അതിന്റെ സംശയമല്ല, അതും കൂടെ കൂട്ടത്തിൽ പറഞ്ഞ ഉപകാരപ്പെടുന്നു എന്നുള്ളതൊക്കെ ചോദിക്കാണ്. വൻ കലീലിത് നഹ്ബിദമിൻ ഗൈരിഹി, ഞങ്ങളുടെ തുഫന്റെ ഒരു ഷറ മേലെ അദ്റഴിയു അൽ അഫ്വ അൻ ഖലീലി നഹ്ബൽ ബൗലി മിമ്മൻ ഹസല ലഹു ഇസ്തിർഖാഉ ലിലഹ്മി മറളിൻ എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അർത്ഥം ഞാൻ പറയണ്ടല്ലോ, ഒന്നും കൂടെ വിശദീകരിച്ചാൽ ഈ ഹോസ്പിറ്റലിലൊക്കെ ശുശ്രൂഷിച്ചിരിക്കുന്നവർക്ക് അത് ഒരു ഗുണമാവെന്ന് തോന്നുന്നു. അതും കൂടെ വിശദീകരിക്കുന്നെന്ന് അറിയുന്നു. മൈക്കോട്ടെ. അസ്സലാമു അലൈക്കും. എവിടെ സൂര്യ പറഞ്ഞ ഏത് വിഭാഗത്തിന്റെ ഷറഹിലാണ് പറഞ്ഞ് സ്ഥലം എന്ന് പറയുക, എന്നാലും ഇപ്പൊ നോക്കാതെ പറയാൻ കഴിയില്ല. എന്റെ മേലെയുള്ള സ്ഥലവസ്ഥ എന്തിന്റെ മേലുള്ള ഷറഹ് എന്നാണ് പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. അതിന്റെ ഷറഹ് പറയുന്നത് മൂത്രം അഫു ചെയ്യപ്പെടൂല. പിന്നെ മേലുള്ള ഷറഹ് എന്ന് പറഞ്ഞാൽ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ തന്നെ നോക്കി പറഞ്ഞാളി, അല്ലാതെ എനിക്ക് ഞാൻ ഇവിടെ ഇതിൽ കാണുന്നില്ല. ഇവിടെ നേരെ മറിച്ചത് തന്നെ മൂത്രത്തിൽ നിന്ന് കുറഞ്ഞതിനെ തൊട്ട് അഫു ഇല്ല. ആർക്കല്ലാതെ മൂത്രവാർച്ച രോഗം ബാധിച്ചവന് കുറഞ്ഞ മൂത്രത്തെ തൊട്ട് അഫുണ്ട്. അല്ലാത്തവർക്ക് മൂത്രവാർച്ച രോഗം ബാധിച്ചവർ അല്ലാത്ത ആളുകൾക്ക് കുറഞ്ഞ മൂത്രത്തെ തൊട്ട് അഫു ഇല്ലല്ലോ. അത് കാരണം എന്താ? അന്ന ലിബിത്തില അബിഹി അക്സർ, രക്തം കൊണ്ട് ഇടങ്ങാറാകുന്നതിനേക്കാൾ കൂടുതലാണല്ലോ മൂത്രം കൊണ്ടുള്ള ഇടങ്ങേറ്. കാരണം എന്താ? അത് എന്നിട്ട് എന്തേ പിന്നെ ഈ രക്തം കുറഞ്ഞത് അഫാണെന്ന് പറഞ്ഞിട്ട് മൂത്രത്തിൽ നിന്നിട്ട് കുറഞ്ഞത് അഫാന്ന് പറയാഞ്ഞത്? അന്നഹു അക്സറു, മൂത്രം എന്നത് രക്തത്തെക്കാൾ മലിനമാണ്. അതിന്റെ പുറമെ വലഹു മഹല്ലു മഖ്സൂസ്, മൂത്രം പുറപ്പെടുന്നത് ഗുഹ്യസ്ഥാനം എന്ന് പറയുന്ന ഒരൊറ്റ സ്ഥലത്തേ ഉള്ളൂ. ഫസഹുൽ ഇഅ്തിറാദു, എന്നെ സൂക്ഷിക്കാൻ പ്രയാസാണ്, അവിടെ നിന്നാണ് കെട്ടിവെച്ചാൽ മതിയല്ലോ. ബിഖിലാഫി നഹ്വി ദമി, രക്തം പോലത്തെ അങ്ങനെയല്ലല്ലോ. രക്തം ശരീരത്തിന്റെ ഏത് ഭാഗത്തുനിന്നും വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ രക്തം എന്ന് പറയുന്നത് മൂത്രത്തെ പോലെ അത്ര മലിനമല്ലതാനും, അതോടുകൂടി രക്തം ശരീരത്തിന് എവിടുന്നും വരാം. അപ്പൊ അത് സൂക്ഷിക്കാൻ പ്രയാസവുമാണ് എന്നതുകൊണ്ട് മൂത്രവാർച്ചക്കാരല്ലാത്തവർക്ക് മൂത്രത്തിന്റെ കുറഞ്ഞത് അഫു ഇല്ല, രക്തം അഫു ഉണ്ട്. അതിന് കാരണം രണ്ട് കാരണമാണ്. മൂത്രം നിത്യരോഗിയാകുന്ന മൂത്രവാർച്ചക്കാരനെ സംബന്ധിച്ച് അഫു ഉണ്ട്, കുറഞ്ഞതിനെ തൊട്ട് അത് വിട്ടു. അല്ലാത്തവരെ തൊട്ട് അഫു ഇല്ലാതിരിക്കാൻ കാരണം ഒന്ന്, മൂത്രം കഠിനമായ നജസാണ് രക്തത്തെക്കാൾ. മറ്റൊന്ന്, മൂത്രം ഒരു നിശ്ചിത സ്ഥലത്തുനിന്നേ വരുള്ളൂ, അത് അവിടെ സൂക്ഷിക്കാൻ കഴിയും. രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും വരും, അതുകൊണ്ട് അത് സൂക്ഷിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് രക്തം ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടാൽ അത് അഫു ഉണ്ടെങ്കിലും, മൂത്രം പുറപ്പെട്ടത് കുറഞ്ഞതാണെങ്കിലും അഫു ഇല്ല. എന്നാൽ നിത്യരോഗികളാവുന്ന ഈ മൂത്രവാർച്ചക്കാരെ തൊട്ട് കുറഞ്ഞത് അഫു ഉണ്ട്. ഇങ്ങനെ പറഞ്ഞേ. പിന്നെ വേറെ മേലെ പറഞ്ഞാൽ നിങ്ങൾ 10 മിനിറ്റ് കൈ പിടിച്ചിട്ട് അതിന്റെ മോൾ ആരെങ്കിലും എഴുതി വെച്ചണോന്ന് എനിക്കറിയില്ല. എന്റെ അടുത്ത് ഫത്തുൽ ബാൽ ഉസ്താദാണ്, തുഴഫന്റെ ഷറയാണത്. ഉസ്താദിന്റെ അടുത്ത് ചെയ്യാനത്തായിരിക്കും. അങ്ങനെ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുറെ ദിവസമായി ഇങ്ങനെ നെറ്റിന്റെ പ്രശ്നമായിരുന്നു. ഇന്നലെ ചോദിക്കേണ്ടതായിരുന്ന ഒരു ചോദ്യം, പിന്നെ ഇവിടെ ഗൾഫിൽ UAE ഒരാള്, പിന്നെ അദ്ദേഹം അറബിയുടെ വീട്ടിൽ അദ്ദേഹത്തിന് മെയിനായ പണി 2 നായ്ക്കളെ കഴുകി വൃത്തിയാക്കണം. അത് നിർബന്ധമാണ്. അറബി എപ്പോഴെങ്കിലും ഒരിക്കൽ വീടുകൾ ആഴ്ച 2 ആഴ്ച കൂടുമ്പോഴേ വീട്ടിലെത്തുള്ളൂ. 2 നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് പുറമെ ദിവസം അല്ലെങ്കിൽ ഒന്നരാടം നിർബന്ധമായിട്ട് കഴുകണം. കഴുകിയാൽ മാത്രം പോരാ, കുളിപ്പിച്ച് സ്പെഷ്യലായ ഒരു ഷാമ്പു ഉണ്ട്, ഒരു സാബൂന്, അത് തേച്ച് കുളിപ്പിക്കണം അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യമാണ്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് മറുപടി പറഞ്ഞാലും മൈക്കൂട്ടും. കുളിപ്പിച്ചാലും നായ മുഅല്ലളായ നജസ് തന്നെയാണ്. അപ്പോ ആ നായയുടെ ശരീരമായി അതിൽ നിന്ന് തെറിക്കുന്ന രക്തവുമായി ബന്ധപ്പെട്ട ഈ മനുഷ്യന്റെ ദേഹം, ഇത് ആയ വസ്ത്രം തുടങ്ങിയ 7 പ്രാവശ്യം കഴുകുകയും
അതിൽ ഒരു പ്രാവശ്യം കലക്കവെള്ളം ഉപയോഗിക്കുകയും ചെയ്യൽ വുജൂബാണ്. അല്ലാതെ അദ്ദേഹത്തിന്റെ നിസ്കാരാദി ഇബാദത്തുകൾ സഹിയാവുകയില്ല. മുഅല്ലലായ നജസാണ്. അതിനെ വെള്ളം പാർന്ന് സാമ്പൂട്ട് കുളിപ്പിച്ചാൽ ഉറപ്പായിട്ടും ഇവന്റെ ശരീരത്തിൽ ആ നജസാവുന്നല്ലേ. ജോലിയാണ് നെതിയോണ്ട് നാട്ടിന്, ജോലിയാണെന്നുകൊണ്ട് നജസ് തോഹൂറാവോ? നജസ് തന്നെയല്ലേ. നജസ് എന്തായാലും നജസ് തന്നെയാണ്. അത് മുഅല്ലലായ നജസാ, നായ പന്നി എന്ന് പറയുന്നത്. അപ്പൊ അത് നനഞ്ഞാ പിന്നെ എന്തായാലും നജസ് ഇവൻ സ്പർശിച്ച സ്ഥലം മുഴുവനും. അപ്പൊ പണിയൊന്നുമില്ല. കീണ നായി, കുളിപ്പിച്ച നായിനെ കുളിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ നായി എന്താക്കുക, ഒരു 7 പ്രാവശ്യം, ഒരു പ്രാവശ്യം കലക്കുവെള്ളം ഉപയോഗിച്ചും ബാക്കി ശുദ്ധവെള്ളം 6 വട്ടം ഉപയോഗിച്ചുകൊണ്ടും കഴുകുക. വസ്ത്രവും അത് ആ സമയത്ത് ഉപയോഗിച്ച വെള്ളം തെറിച്ച ആ വസ്ത്രവും ശരീരവും 7 പ്രാവശ്യം. അപ്പൊ ഏതായാലും മൂപ്പര് ശമ്പളം അതിനോട് കണക്കൂട്ടിയോട്ടെ. ഏതായാലും 2 നായ്ക്കളെ കുളിപ്പിക്കുന്നതിന് മാത്രാക്കണ്ട, കുളിപ്പിക്കുന്ന നായിന്റെ കുളിക്കണതിനൂടെ കൂലിയും കൂട്ടുക. അല്ലാതെ ഇപ്പൊ എന്താ കാട്ടണ? ഈ ദുന്യാവിൽ വേറെ എന്തൊക്കെ പണിയുണ്ട് ഒരു മനുഷ്യന്. എന്നിട്ട് അയാൾക്ക് അതാ കിട്ടിയ അള്ളാഹു തആലയോട് അയാൾക്ക് ദ്വാരക്ക. ഇത് ഒരു ഹലാലായ നായിനെ കുളിപ്പിക്കുന്നത് അല്ലാത്തൊരു ജോലി അള്ളാഹു എന്ന് എനിക്ക് തരണേന്ന്. അതുവരെ എന്ത് ചെയ്യാ? കുളിപ്പിച്ചു കഴിഞ്ഞാല് ഇയാള് 7 വട്ടം ഈ ഇതായ ശരീരവും വസ്ത്രമൊക്കെ 7 വട്ടം കഴുകുക. അതിൽ ഒരു പ്രാവശ്യം കലക്ക് വെള്ളം ഉപയോഗിക്കുക. അല്ലാതെ ശരിയാവില്ല. അങ്ങനെ കുളിപ്പിക്കൽ ഹറാമാന്നൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. അവര് താന്ന പണിയാണെന്നല്ല, അതെ കുളിപ്പിക്കൽ ഹറാമൊന്നുമല്ല. പക്ഷേ കുളിപ്പിക്കുമ്പം സ്വാഭാവികമായിട്ടും ദേഹത്തിലോ വസ്ത്രത്തിലോ ഒക്കെ ഈ നായയിൽ നിന്നുള്ള നജസാവും ഉറപ്പല്ലേ. അപ്പൊ അത് 7 പ്രാവശ്യം കഴുകണം. ഒരു പ്രാവശ്യം മണ്ണ് ഉപയോഗിച്ച വെള്ളം കൊണ്ടായിരിക്കണം. അതാണ് അതിനുള്ള പണി. അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടെന്ന് കരുതുന്നു. അല്ലാഹു ഉസ്താദിന്റെ ഇൽമിൽ ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, അഥവാ നജസ് പാടത്ത് അതുപോലെ നമ്മൾ സമ്മേളനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അത് ഉണങ്ങിയാൽ അത് പ്രശ്നമില്ലേ? അതിന്റെ മുകളിൽ എന്തെങ്കിലും കടലാസോ മറ്റോ ഇട്ട് നിസ്കരിക്കാൻ പറ്റുമോ? അപ്പോൾ നനഞ്ഞത് കൊണ്ട് മാത്രമാണോ പ്രശ്നം? സാധാരണ നമ്മൾ സമ്മേളനമൊക്കെ നടക്കുന്നിടത്ത് പാടത്ത് ഏതായാലും ചാണകമൊക്കെ ഇട്ടിട്ടാണ് പൊതുവിൽ അവിടെ കൃഷി ചെയ്യാറ്. അതുപോലെ കടപ്പുറത്തൊക്കെ പോയാൽ കാണാം നായ്ക്കൾ കാഷ്ടിച്ചത്, പൂച്ച കാഷ്ടിച്ചൊക്കെ കാണാം. എന്നാൽ ഈ അവസ്ഥയിൽ അത് ഉണങ്ങിയാൽ അത് പ്രശ്നം ഉണ്ടാകും, നനഞ്ഞിട്ട് ആണെങ്കിലോ പ്രശ്നം ഉണ്ടാവുള്ളൂ. അതൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. സാധാരണയിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു സംശയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചാണകം പോലെയുള്ള നജസ് തടിയായിട്ട് അവിടെ ഉണ്ടെങ്കിൽ, നനവില്ലെങ്കിൽ അതിന്റെ മുകളിൽ എന്തെങ്കിലും വിരിച്ചിട്ട് നിസ്കരിക്കൽ പറ്റും. പക്ഷെ അതിന്റെ നേരെ തടി തന്നെ ഉണ്ടെങ്കിൽ കറാഹത്ത് വരും, നിസ്കാരം സഹിയാവും. മനസ്സിലായില്ലേ? ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു തുണിയോ എന്തെങ്കിലും ഒന്ന് വിരിച്ചിട്ട് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവും നനവില്ലെങ്കിൽ. എന്നാൽ മുലാഖാത്തില്ലെങ്കിലും എന്തുണ്ട്, അതിനോട് നേരിടുന്നുണ്ട് എന്നതുകൊണ്ട് കറാഹത്ത് വരും തടി ഉണ്ടെങ്കിൽ. അല്ലാതെ ഇപ്പൊ നമ്മൾ പാടത്ത് അതുപോലെ തന്നെ കടപ്പുറത്തൊക്കെ നജസ് ഉണ്ടാകാൻ ധാരാളം സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ കാഴ്ചയിൽ എവിടെയും ഇല്ലെങ്കിൽ അവിടെ നിസ്കരിക്കണമെങ്കിൽ ഒരു കുഴപ്പമില്ല, കറാഹത്തുമില്ല. ഇതങ്ങനെയല്ല, ചിലയിടത്ത് ചാണകം കാണുന്നുണ്ട് തടിയായിട്ട്. എന്നാൽ അതിന്റെ മുകളിൽ വരെ അത് നനവില്ലെങ്കിൽ അതിന്റെ മുകളിൽ വരെ കടലാസോ മറ്റോ ഇട്ടിട്ട് നിസ്കരിക്കാം. എന്നാൽ പാടത്ത് കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന വളം, അതുപോലെ തന്നെ സാധാരണ കടപ്പുറത്തും മറ്റുമൊക്കെ നായ്ക്കളും മറ്റുമൊക്കെ ഇങ്ങനെ മേഞ്ഞ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മൂത്രിക്കാനോ കാഷ്ടിക്കാനോ ഒക്കെ സാധ്യത ഉണ്ട് എന്നതുകൊണ്ട് അവിടെ നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല. ഈ കാഷ്ടം നേരിൽ കാണാനുണ്ട്, അത് ഉണങ്ങിയതുമാണെങ്കിൽ അതിന്റെ മുകളിൽ പേപ്പർ ഇട്ട് നിസ്കരിക്കൽ പറ്റേ സഹിയാവും. പക്ഷേ അങ്ങനെ നേരെ നജസിന്റെ മുകളിൽ പേപ്പർ ഇട്ട് നിസ്കരിക്കുന്നത് കറാത്താണ്. എന്നാൽ വളമായിട്ട് ഉപയോഗിച്ചത് മണ്ണിൽ നജസ് ഉണ്ടാവും എന്ന ധാരണ വെച്ച് അവിടെ നിസ്കരിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഒരു പേപ്പർ പോലത്തെ വിരിച്ചാൽ ഒരു പ്രശ്നമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അത് വന്നാൽ അത് വെള്ളായിട്ട് വായിൽ മുഴുവൻ നിറയുന്നില്ല. എന്നാലും ഹാന്റെ മഹ്റജിന്റെ ഇപ്പുറം വരാതെ ആ ടേസ്റ്റ് വായിൽ എത്തൂലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? നിസ്കാരം മുറിക്കണോ അതല്ല പൂർത്തിയാക്കണോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. അസ്സലാമു അലൈക്കും.
അതൊരു ധാരണയാണ്. ഹായിന്റെ മഹ്റജിന്റെ ഇപ്പുറം ഈ സാധനത്തിന്റെ തടി വരാതെ തന്നെ അതിന്റെ രുചി വായിൽ വരാം. രുചി മാത്രം വന്നു എന്നതുകൊണ്ട് നിസ്കാരം മുറിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അതേസമയത്ത് സാധനം വന്നിട്ടുണ്ടെങ്കിൽ അത് വായിലുണ്ടായാൽ പറഞ്ഞേക്ക് നജസിന്റെ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ടു വരുന്നതായത് കൊണ്ട് അത് ചോര അഫു ചെയ്യപ്പെടുന്നത് പോലെ അഫു ചെയ്യപ്പെടൂല. അപ്പൊ പിന്നെ നിസ്കാരം മുറിച്ച് വായു വൃത്തിയാക്കുക. മനസ്സിലായില്ലേ? അതേ സമയത്ത് ഈ രുചി മാത്രം വന്നു, ഉദാഹരണം അതിന്റെ ആ കയ്പോ പോലെയുള്ള അത് മാത്രം വന്നതുകൊണ്ട് നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. കാരണം തടി വരാതെ തന്നെ അതിന്റെ ഗുണങ്ങൾ വരാം. രുചി ഇപ്പൊ നമ്മളല്ലേ നോമ്പുള്ള സമയത്ത് നിങ്ങൾ പറയുന്നില്ലേ, വായില് വസ്തുക്കൾ എരിവുണ്ടോ മധുരമുണ്ടോ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ രുചിച്ചു നോക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അത് തുപ്പിക്കളഞ്ഞാ മതി. എന്നാൽ അതിന്റെ ആ രുചി തൊണ്ടയിൽ അനുഭവപ്പെട്ടാലും നോമ്പ് മുറിയില്ല. തൊണ്ടയിൽ ഈ രുചി അനുഭവപ്പെടുമ്പോൾ തടി പോയിക്കൊള്ളണം എന്നില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. എന്നതുപോലെ തന്നെ ഈ തേക്കല് വന്നു, അങ്ങനെ തേക്കല് വന്നിട്ട് പക്ഷെ തടിയായിട്ടൊന്നും വായിലേക്ക് വന്നിട്ടില്ല, എന്നാൽ തൊണ്ടയിൽ ചെറിയൊരു ചൊയ, ചിലപ്പോ എരിവോ അതല്ലെങ്കിൽ പുളിപ്പോ ഒക്കെ വന്നു എന്നതുകൊണ്ട് നിസ്കാരത്തിന് കുഴപ്പം ഇല്ല. കാരണം ഇതുകൊണ്ട് തടി പുറത്തു വന്നു എന്ന് തന്നെ. അതേസമയം തടിയോട് കൂടി ആ സാധനം വായിലെത്തിയാലോ അവിടെ പിന്നെ പ്രശ്നം തന്നെയാണ്. രക്താണെങ്കിൽ നമ്മൾ പറഞ്ഞു കീപ്പെട്ട് ഇറങ്ങാഞ്ഞാൽ മതി, അഫുണ്ട്. ഇത് അങ്ങനത്തെ അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് വാഹിറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് അഫ് ഉണ്ടാവില്ല. അപ്പൊ നിസ്കാരം പാത്തിലാവും, നജസായി എന്നതുകൊണ്ട് പിന്നെ വായി കഴിയുക. അതേസമയത്ത് രുചി മാത്രം വന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് നിസ്കാരം പാത്തിലാവില്ല. شيخنا في طريق لا طين بها بل فيها قذف الآدمي. പിന്നീട് മഴ വരികയും നേരത്തെ പറഞ്ഞ പോലെ ലാ തീന അവിടെ മണ്ണില്ല എന്ന് നേരത്തെ പറഞ്ഞല്ലോ, തീൻ അവിടെ ഇല്ല. ഈ മഴസമയത്ത് മുകളിൽ നിന്ന് ഈ വൃക്ഷത്തിൽ നിന്ന് ഉറ്റി തെറിക്കുകയും ചെയ്യുന്നു. ഇത് ഒന്നോ രണ്ടോ തുള്ളി അല്ല, കൊടുക്കാൻ കാരണം നമ്മുടെ മുഴത്തമുദിന് എതിരാണ് ഉസ്താദെ ചോദിച്ചായിരുന്നു. അസ്സലാമു അലൈക്കും. അല്ലല്ല, മുത്തുബദിനത്തിലൊന്നും അല്ലത്. അതൊരു പുതിയൊരു മസല ബയാൻ ചെയ്തതാ. അതായത് നമ്മൾ രണ്ട് മസല പറഞ്ഞു ഇതിനു മുമ്പ്. ഒന്ന്, നജസ് ഉണ്ടെന്ന് ഉറപ്പുള്ള വഴിയിലെ മണ്ണിൽ എന്ത് വരുന്നില്ല, നജസിന്റെ തടി കാണുന്നില്ല, എന്നാൽ കുറഞ്ഞത് അഫു ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ നമ്മളൊന്ന് പറഞ്ഞു മണ്ണില്ല, ചാണകവും മലവും പോലത്തത് മാത്രം കലർന്ന സ്ഥലമാണ്, പക്ഷെ അവിടെ തടി കാണുന്നുണ്ട്, നജസിന്റെ അയിന് കാണുന്നുണ്ട്, എന്നാ അഫു ഇല്ല എന്നും പറഞ്ഞു. അപ്പൊ പിന്നെ മൂന്നാമത്തെ ഒരു മസലയിൽ നിന്ന് ഉടലെടുക്കുകയാണ്. അതായത് ഇവിടെ മണ്ണില്ല, നജസ് ഉണ്ട് എന്ന് ഉറപ്പുമാണ്, പക്ഷെ നജസിന്റെ തടി കാണുന്നില്ല. എന്നാൽ അവിടെ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ ഫത്വ ഉണ്ട്, അവിടെ അഫു ഉണ്ടാവും. അപ്പൊ അതിന്റെ മസല വന്നുകൊണ്ട് ആ ഫത്വ കൊണ്ടിട്ട് അങ്ങനെ ഒരു മസല കൂടി എന്ന് ഭയം വന്നു. അതായത് ചളിയായിട്ടില്ല, ചളിയല്ല, നജസിന്റെ തടിയായിട്ട് കാണുന്നില്ല, എന്നാ നജസ് ഉണ്ട് എന്നുള്ള ഉറപ്പുള്ള സ്ഥലമാണ്. അങ്ങനത്തെ സ്ഥലത്ത് നിന്ന് തെറിച്ചാൽ ആ തെറിച്ചത് കുറഞ്ഞതിനെ തൊട്ട് അഫു ചെയ്യപ്പെടും എന്ന മസല ഭയം ചെയ്തൊക്കെയാണ് ആ ഫത്വയോടുകൂടി. ജസാക്കുമുല്ലാഹ്. മണ്ണ് കലങ്ങിയ വെള്ളം ഒന്ന് വേണം. അത് ചെറിയ കലർക്കമായാലും മതി. എന്നാൽ കടലിൽ വെച്ചിട്ടാണ് നമ്മൾ ഇപ്പൊ ഇത് കഴുകുന്നതെങ്കിൽ ഈ കടലിൽ തിരമാലകൾ അടിക്കുന്നതിന്റെ അടുത്ത് കുറെ ഇതുണ്ടാവുമല്ലോ ആ മണ്ണ്, അവിടെ തന്നെ ഒന്ന് ഇങ്ങനെ ചവിട്ടി പിടിച്ചിട്ട് ഒന്ന് ആക്കിയാൽ
കലർക്കം ഉണ്ടാവില്ല. മണ്ണിന്റെ അംശം ഉണ്ടെന്ന് ഉറപ്പുണ്ടായാൽ മതി, അത് കൂടുതൽ വേണമെന്നില്ല. നമ്മൾ പറഞ്ഞേക്ക് കടലിൽ നിന്ന് തിരയടിച്ച് വരുന്ന സമയത്ത് കരയോടടുത്ത് വരുമ്പോൾ കരയിൽ മണ്ണുണ്ടല്ലോ, ഇവിടെ എത്തുമ്പോ കാലുകൊണ്ടൊന്ന് ഇളക്കിയപ്പം മണ്ണിന്റെ അംശം ഇതിൽ കലർന്നു എന്ന് നമുക്ക് ബോധ്യം ഉറപ്പുണ്ടെങ്കിൽ അത് മതി. അല്ലാതെ എന്ത് വേണമെന്നില്ല, കട്ടിയായ മണ്ണ് വേണമെന്നില്ല. നമ്മൾ കാലുകൊണ്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തപ്പോ ഈ വെള്ളത്തിലേക്ക് കരയിലേക്ക് അടിച്ചു വരുന്ന ഈ തര, ആ തര കരയിലെടുത്ത് വരുമ്പോ നമ്മൾ കാലുകൊണ്ടൊന്ന് മണ്ണ് ഇങ്ങനെ ഇളക്കി കൊടുത്തപ്പോ ആ വെള്ളത്തിൽ ഇതിങ്ങനെ ഇളകുമ്പം മണ്ണിന്റെ അംശം ഇളകിന്, അപ്പൊ അത് കലർന്നിട്ടുണ്ടാവും എന്ന് ഉറപ്പുണ്ടെങ്കിൽ കുറഞ്ഞ തോതിലാണെങ്കിലും ആ ഉറപ്പുണ്ടായാൽ മതി. അല്ലാതെ കടലിലാണ് എന്നതുകൊണ്ടായിട്ട് പ്രത്യേകിച്ച് നോക്കുമൊന്നുമില്ല, മണ്ണിന്റെ അംശം ഈ വെള്ളത്തിൽ കലർന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ മതി. അസ്സലാമലൈക്കും. കേൾക്കുന്നുണ്ടല്ലേ? വിഷയമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമല്ല. ഉസ്താദ് ഒന്ന് പറഞ്ഞാൽ ഉപകാരമായിരുന്നു. അതായത് അറബി മാസപ്രകാരം ഒടുവിലത്തെ ബുധനിൽ എന്തിപ്പോ പരിപാടികളൊന്നും വെക്കലൊന്നും ഇല്ല അങ്ങനെ കേൾക്കലുണ്ട്. അപ്പൊ അങ്ങനെ എന്ത് ആ ഒടുവിലത്തെ ബുധനിൽ എന്ത് പ്രശ്നമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊന്ന് ഉസ്താദ് ഒന്ന് പറഞ്ഞാൽ തന്നെയാണ്. ഓക്കെ, അസ്സലാമലൈക്കും. ഒടുവിലെ ബുധനിൽ പരിപാടികളൊന്നും വെക്കലില്ല എന്ന് പറഞ്ഞാല് ഷറഇൽ ഫിഖിന്റെ നിയമപ്രകാരം അന്ന് എന്തെങ്കിലും ഒരു പരിപാടി ഇസ്ലാമിൽ ഹലാലായ ഏതൊരു കാര്യം മാസം അവസാനത്തെ ബുധനാഴ്ച വെക്കുന്നത് കൊണ്ട് ഹറാമോ കറാഹത്തോ വരുന്നില്ല. അതുകൊണ്ട് ഇസ്ലാം ശരീഅത്തിൽ അത് വിരോധിക്കപ്പെട്ടതല്ല, വേണമെങ്കിൽ വെക്കാം. മനസ്സിലായില്ലേ? പക്ഷേ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട അത് വേറെ വിഷയമാണ്, അത് ഫിഖുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല. ഫിഖ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ, ഹറാമ്, കറാഹത്ത്, ഫർള്, സുന്നത്ത്, ഹലാല്, ഈ പറയുന്ന ഹുക്കുമ്, അതിനാണ് ഫിഖിന്റെ വിധിവിലക്കുകൾ എന്ന് പറയാം. ആ നിലക്ക് ഈ പറഞ്ഞ ഹലാലായ വകുപ്പാണ്. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഹലാലായ കാര്യം ഒടുവിലെ ബുധനാഴ്ചയും ഹലാൽ തന്നെയാണ്. മനസ്സിലായില്ലേ? അവിടെ പ്രത്യേകിച്ച് കറാത്തോ അനിസ്ലാമികമോ ഒന്നുമല്ല. എന്നാൽ വൈദ്യശാസ്ത്രവുമായി തിബ് എന്ന് പറയും, ചികിത്സയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ചില ലക്ഷണങ്ങൾ നോക്കാറുണ്ട്. അതടിസ്ഥാനത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സഫർ മാസം അവസാനത്തെ ബുധനാഴ്ചയാണ് രോഗം തുടങ്ങിയത്. ആ രോഗത്തിലാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത്. അതുപോലെ പൂർവികരായ പല സമുദായങ്ങൾക്കും ഈ ലോകത്ത് അദാബ് ഇറങ്ങിയത് അവസാനത്തെ ബുധനാഴ്ചയാണ്. അപ്പൊ ഒരു കാര്യങ്ങൾ പൊതുവെ ഒരു സന്തോഷകരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടായ ഒരു ദിവസത്തിന്റെ സ്മരണ ഉള്ളത് കൊണ്ട് ഒരു നല്ല കാര്യം തുടങ്ങുന്നത് ഉത്തമമല്ല എന്ന് ചില ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ വൈദ്യവുമായി ബന്ധപ്പെട്ട ഉലമാക്കൾ പറയാറുണ്ട്. അതനുസരിച്ച് ഒരാൾ ആ ദിവസം മാറ്റി വെക്കുകയാണെങ്കിൽ നല്ലത് തന്നെ. അതേ സമയത്ത് അള്ളാഹു തആല ഇസ്ലാമിൽ അങ്ങനെ ഹറാമും കറാഹത്തും ഒന്നും ആക്കിയിട്ടില്ലല്ലോ എന്ന നിലക്ക് എന്ത് ചെയ്യാം, അന്നത്തെ ദിവസം ഒരു കാര്യം ഒരാൾ ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് കുഴപ്പവും ഇല്ല. എന്താണ് ഈ ഉസ്താദ് മനസ്സിലായി നോക്കട്ടെ, ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല കേട്ടോ. وزاد قوم في الابتداء على ذلك الأربعة، لا سيما الأربعة الأخيرة من الشهر لأنها اليوم النحس. عن مالك رضي الله تعالى أنه كان يتحرى إيقاع الفعل في ذلك اليوم هذا، ويقول هو يوم نحس مستمر على أعدائنا وبعض الأيام من
കുല്ലു ദാലിക വലാലു. ആട്ടെ, നമ്മൾ പറഞ്ഞതിന്റെ ദേശാശയം തന്നെയാണ്. അതായത് ശരീഅത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഇസ്ലാം ശരീഅത്തുമായി ബന്ധപ്പെട്ടിട്ട് ഒടുവിലെ ബുധനാഴ്ച തുടങ്ങിയ ദിവസങ്ങളിൽ ഒരു കാര്യം ഹലാല, മറ്റുള്ള ദിവസങ്ങളിൽ ഹലാലായ കാര്യം അന്നത്തെ ദിവസം ചെയ്യാൻ പാടില്ല എന്നില്ല. എന്നും ചെയ്യും പോലെ അന്നും ചെയ്യാം. എന്നാൽ ഈ ലക്ഷണം നോക്കുന്ന ചില ആളുകൾ, അത് വൈദ്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്, ലക്ഷണം നോക്കുന്ന ചില ആളുകൾ അന്ന് ചില മുസീബത്തുകളൊക്കെ ഉണ്ടായ ദിവസമായതുകൊണ്ട് ഒരു നല്ല കാര്യം തുടങ്ങുന്നത് നല്ലതല്ല എന്ന് പറയും. അതനുസരിച്ച് ഒരാള് ലക്ഷണം നോക്കുന്ന ഒരാൾക്ക് അതിന് മനസ്സിൽ വലിയ വിശ്വാസം വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോട്ടെ, നമ്മൾക്ക് അന്ന് തന്നെ ചെയ്യൽ ഫർദാന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഏതായാലും ഒരു മുസ്ലിമായ മനുഷ്യന് ഒടുവിലെ ബുധനാഴ്ച ഒരു ഹലാലായ കാര്യം തുടങ്ങാൻ പാടില്ല, ചെയ്യാൻ പാടില്ല എന്ന നിയമം ഇസ്ലാമിലില്ല. എന്നും ചെയ്യൽ ഹലാലായ കാര്യം അന്നും ചെയ്യാം, എന്നും തുടങ്ങാൻ പറ്റുന്ന കാര്യം അന്നും തുടങ്ങാം. എന്നാൽ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട വല്ല ഉസ്താദുമാരോടും ചോദിച്ചാൽ ഇന്ന ദിവസം തുടങ്ങരുത്, ഇന്ന ദിവസം തുടങ്ങണം എന്ന് പറയും. അത്രയേ ഉള്ളൂ. ഓക്കെ. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിഷയവുമായി ബന്ധപ്പെട്ടല്ല എങ്കിലും ഉളഹിയത്ത് അല്ലെങ്കിൽ അതുപോലെ ഹഖീഖത്ത് പോലെയുള്ള കാര്യങ്ങൾ നേർച്ചയാക്കിയാൽ അത് തനിക്കോ തന്റെ ആശ്രിതർക്കോ ഭക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ സാധാരണ രീതിയിൽ ഒരാൾ ഒരു മൃഗത്തെ അറുത്തു കൊടുക്കാൻ, സാധുക്കൾക്ക് അറുത്തു കൊടുക്കാൻ നേർച്ചയാക്കിയാൽ അത് തനിക്കോ തന്റെ ആശ്രിതർക്കോ ഭക്ഷിക്കാൻ പറ്റുമോ? ഉളഹിയത്തോ ഹഖീഖത്തോ അല്ലാതെ സാധാരണ രീതിയിൽ ഒരു മൃഗത്തെ അറുത്തു കൊടുക്കാൻ നേർച്ചയാക്കിയാൽ അത് തനിക്കോ തന്റെ ആശ്രിതർക്കോ ഭക്ഷിക്കാൻ പറ്റുമോ? ഒന്ന്. രണ്ട്, ആ നേർച്ചയാക്കിയ ആള് മരണപ്പെട്ടു, അതിനുശേഷം അതിന്റെ മക്കളാണ് അത് അറുത്തു കൊടുക്കുന്നതെങ്കിൽ അവർക്ക് അതിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുമോ? അത് രണ്ടോന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നേർച്ചയാക്കുന്ന വസ്തു നേർച്ചയാക്കലോടുകൂടി സദഖ ചെയ്യാൻ നേർച്ചയാക്കിയാൽ പ്രത്യേകം ഉറുഫ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യാം. പ്രത്യേകം ഉറുഫ് ഇല്ലെങ്കിൽ ഫർളായ സദഖ ചെയ്യേണ്ട സ്ഥലത്ത് തന്നെ ഇതൊക്കെ ചെയ്യേണ്ടതാണ്. ഉദൂയ്യത്തും ഹഖീഖത്തും അത് വിനിയോഗിക്കാൻ ശറഈന്റെ പ്രത്യേകമായ നിർദ്ദേശമുള്ളത് കൊണ്ട് അത് ഫർളായാൽ, അതായത് നേർച്ച കൊണ്ടോ മറ്റോ ഫർളായാൽ അത് പിന്നെ സക്കാത്ത് വാങ്ങാൻ പറ്റുന്ന ഫക്കീർ മിസ്കീന്മാർക്ക് മാത്രം കൊടുക്കണം. ഈ താനും താൻ ചെലവ് കൊടുക്കുന്ന നിർബന്ധമാർക്ക് കൊടുക്കാൻ പാടില്ല. എന്നതുപോലെ ഒരു മൃഗത്തെ ബലിയറുത്ത് സാധുക്കൾക്ക് ധർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നേർച്ചയാക്കിയതെങ്കിൽ അത് സാധുക്കളായ ആളുകൾക്ക് തന്നെ വിതരണം ചെയ്യൽ നിർബന്ധമാണ്. പക്ഷേ ഇയാളും അതിൽപ്പെട്ട ഒരു സാധുവാണ് എങ്കിൽ അയാൾക്ക് സാധു എന്ന പരിഗണന വെച്ചുകൊണ്ട് എടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നൊരു ചിന്ത ചില ഇമാമിയങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ധർമ്മം ചെയ്യാൻ വേണ്ടി നേർച്ചയാക്കിയതാണെങ്കിൽ അത് അവൻ എടുക്കാൻ പാടില്ല, അത് പുറത്ത് കൊടുക്കുക തന്നെ വേണം. അതേ സമയത്ത് മറ്റു ചില നേർച്ചകളുണ്ട്. ഉദാഹരണം, ബദരീങ്ങൾ ആണ്ടയക്കുന്നതിലേക്ക് നമ്മളെ വീട്ടിൽ വെച്ചിട്ട് ബദരീങ്ങൾ ആണ്ടയക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മൊയ്തീൻ ഷെയ്ഖിന്റെ പേരിൽ ദ്വാരക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇമാമിങ്ങളുടെ മേലിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കോഴീനെയൊക്കെ ചില പെണ്ണുങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഉമ്മമാര് നേർച്ചയാക്കാറുണ്ട്. അതിന്റെ അർത്ഥം എത്രയേ ഉള്ളൂ, ഈ ദിവസം ഇതിനെ അറുത്ത് ഭക്ഷണമാക്കി സ്വാലിഹീങ്ങളായ ആളുകളെയും അയൽവാസികളെയും ഒക്കെ വിളിച്ചു വരുത്തി ഒരു സദ്യ കൊടുക്കുക, ആ വീട്ടുകാർ ഉപയോഗിക്കുന്നതോട് കൂടി തന്നെ സദ്യ കൊടുക്കുക, അതായത് ഉറുഫാണ്. അതനുസരിച്ച് അങ്ങനെ ചെയ്യാവുന്നതാണ്. അല്ല പുറത്ത് സദഖ ചെയ്യാൻ വേണ്ടി എന്ന് നേർച്ചയാക്കിയതാണെങ്കിൽ അത് പുറത്തേക്ക് കൊടുക്കുക തന്നെ വേണം. മാത്രമല്ല സാധു മിസ്കിന്മാര്, ഫക്കീർ മിസ്കിന്മാര് പെട്ടവർക്ക് തന്നെ കൊടുക്കുകയും വേണം. ഞാൻ നാട്ടിൽ നിന്നാണ്, ക്ലിയറുണ്ടോ എന്ന് അറിയില്ല. നേരത്തെ വായിച്ചതൊന്ന് വിശദീകരിച്ച് ഒന്ന് പറഞ്ഞാൽ തൽക്കരില്ല എന്നുള്ള നിൽക്കാണ്. ഒരാ അസറ ലി മുലാഖാത്തിൽ ബദനി ലഹു റത്മൻ എന്ന് പറഞ്ഞോടത്ത് ഫിൽ മുഗ്നി എന്ന് പറഞ്ഞ വഖ്തലഫ ഫീമാ ലൗ ലബിസ ثوبا فيه دم براغيث وبدنه رطب فقال المتولي يجوز وقال الشيخ أبو علي لا يجوز.
لأنه لا ضرورة إلى تلبيث بدنه وبه جزم المحب الكبري تفقها എന്ന് പറഞ്ഞത് ഇൻഷാല്ലാഹ് ഉസ്താദ് വിശദീകരിച്ച തർക്കമില്ല. ഇപ്പൊ നെറ്റ് കിടക്കാൻ പോകുന്നതുകൊണ്ട് അപ്പൊ പറഞ്ഞതൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആവശ്യത്തോടെ നിർത്തുന്നു. പിന്നെ പ്രത്യേകിച്ചൊരു വിഷയം പറയാനുള്ളത്, നമ്മുടെ ചോദ്യ ഉത്സാഹം മറന്നിട്ടുണ്ടാവില്ല വിചാരിക്കുന്നത്. അവിടെ ഇയാൾക്കുള്ള ഭാഗം വിശദീകരിച്ചാൽ മതി. നമ്മുടെ മർക്കസിന്റെ ഓഫീസിലും യൂണിവേഴ്സിലൊക്കെ സജീവ എഴുത്തുകാരനായ KVK ബുഖാരി, പട്ടാമ്പിക്കാരനായ KVK ബുഖാരി സഖാഫിയാണ്. അദ്ദേഹത്തിന് എന്തോ ഒരു കാര്യമായ കുഴച്ചിൽ വന്നിട്ട് മൗലാന പെരിന്തൽമണ്ണ ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയപ്പോൾ ബ്ലഡിന് പ്ലാസ്മ എന്തോ ഒരു തകരാറുണ്ട്. ഒന്നുകിലും ബ്ലഡ് മാറ്റണം, അല്ലെങ്കിൽ അതിൻ്റെ ഇഞ്ചക്ഷൻ വെക്കണം. 6 ലക്ഷത്തോളം രൂപ അതിന് ചെലവുണ്ട് എന്ന് ഡോക്ടർമാരൊക്കെ അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകം ഉസ്താദിന്റെ ദുആയിൽ ഉൾപ്പെടുത്തണം എന്ന് എല്ലാവരോടും അറിയിക്കുന്നു. ചോദ്യം ഒന്ന് വിശദീകരിച്ച തർക്കമില്ല എന്നാണ് എല്ലാ വസീയത്തോടെ. അസ്സലാമു അലൈക്കും. സഖാഫി ഉസ്താദെ, ഒരു വസ്തും തിരിയണില്ല. എന്തോ ഒരു ഒച്ച അങ്ങനെ കേൾക്കാന്നല്ലാതെ ഹർഫുകളൊന്നും തിരിയണില്ല. അത് ഇന്റെ ഇവിടുത്തെ കുഴപ്പമാണോ നിങ്ങളെ അവിടുത്തെ കുഴപ്പമാണോ എന്ന് പറയാൻ കഴിയില്ല. ഒറ്റ അക്ഷരം എന്താണ് ഇപ്പൊ പറഞ്ഞത് എന്ന് തന്നെ തിരിഞ്ഞിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് ഒരാൾക്ക് ആർക്കോ ഏതോ ഒരാൾക്ക് കിഡ്നിക്ക് തകരാറാന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പൊ ആർട്ടിന് തകരാറുള്ളതിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കണോടത്ത് എന്ത് കിഡ്നിന്റെ തകരാറ് ചങ്ങായിമാരെ? ആർട്ടിന്റെ തകരാറാണ്. ഇപ്പൊ ദീനിന്റെ തകരാറിനെ പറ്റിയാ പറയുന്നത്. ദീനിന്റെ രോഗങ്ങള്, അതിന്റെ ചികിത്സ, അത് പറഞ്ഞു കൊടുക്കുന്നിടത്ത് കിഡ്നിന്റെ അവനാന്റെ കിഡ്നിക്ക് തകരാറുണ്ടെങ്കിൽ അവനാൻ പോകാന്നല്ലാതെ ഇവിടെ ഇപ്പൊ വലിയ ദീനിന്റെ തകരാറുള്ളവര് വന്നിട്ട് ഉത്തരിക്കുന്ന സ്ഥലല്ലേ. അപ്പൊ അതിന്റെ സമയത്ത് അത് പറയാന്നല്ലാതെ ഓരോരുത്തർക്ക് അവനാന്റെ കൊണക്കേട് അവനാൻ പഠിക്കാം അല്ല. അങ്ങനെയാണ് ഇപ്പൊ ഇതിന്റെ കണക്ക്. എത്രയേ ഉള്ളൂ. ഇവിടെ ദീനിൽ ഫർള് ഐനായ അവനാന്റെ നിസ്കാരം സഹിയാൻ ആവശ്യമായ നജസ് ശുദ്ധിയാക്കുന്നതിനെ തുടങ്ങി ദീനിന്റെ സൂക്കേടിന്റെ ചികിത്സ എപ്പ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടക്ക് ഒരുത്തം വന്നിട്ട് കിഡ്നിന്റെ തകരാറ് പറയുന്നുണ്ട്. മൂപ്പർക്ക് എന്തോ കിഡ്നിക്ക് കാര്യമായ തകരാറുണ്ടെങ്കിൽ മൂപ്പര് പോയിട്ട് ചികിത്സിച്ചോട്ടല്ല. അതെന്താ ബാക്കിയുള്ളവർ ഇവിടെ ദീനിന്റെ തകരാറുള്ളവർ അത് ചികിത്സിക്കുക, എന്നിട്ട് കിഡ്നിമേക്ക് പോവുക. സഖാഫി ഉസ്താദിന്റെ ഒന്നും മനസ്സിലായിട്ടില്ല. ആരെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആലൂരിനോ അതല്ലെങ്കിൽ കിശിരി പള്ളിക്ക് പോയിന്ന് പറഞ്ഞു ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ എന്താ ചോദിച്ചത് എന്ന് പറഞ്ഞാൽ നോക്കാല്ലാതെ ഞാൻ എനിക്ക് ഒരൊറ്റ അക്ഷരം തിരിഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞത് ചോദ്യം മാത്രമല്ല, അതിന് ശേഷം പറഞ്ഞത് ഒന്നും മനസ്സിലായിട്ടില്ല. അസ്സലാമു അലൈക്കും. നേരത്തെ ഞാൻ ചോദിച്ചതിനോട് ബന്ധപ്പെട്ടുള്ള ചോദ്യമായിരുന്നു. അപ്പോ അതായത് കുട്ടീന്റെ മുടി കളയുന്നതിന് 7ാമത്തെ ദിവസം, പ്രസവിച്ച് 7ാമത്തെ ദിവസം കഴിഞ്ഞാല് പിന്നെ ഏതെല്ലാം ദിവസമാണ് നല്ല ദിവസങ്ങള്, അതൊന്ന് പറഞ്ഞുതരാം. പിന്നെ ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ ദിവസങ്ങളിൽ ഈ ഒടുവിലെ ബുധന് വരുന്നുണ്ടെങ്കിൽ നമ്മളത് പരിഗണിക്കണോ, അല്ലെങ്കിൽ നമ്മൾ ഈ ദിവസങ്ങൾ എന്നുള്ള നിലയ്ക്ക് അത് നടത്തി പോവുകയാണോ വേണ്ടത്? റിലീസ് ചെയ്യണേ. അസ്സലാമു അലൈക്കും. കുട്ടികളുടെ അക്കീക്കാർക്കാൻ ഏറ്റവും അഫ്ദലായത് 7ന്റെ അന്നാണ്. അതിന് സൗകര്യപ്പെടുന്നില്ലെങ്കിൽ പിന്നെ 14ന്റെ അന്നാണ്. അന്ന് സൗകര്യപ്പെടുന്നില്ലെങ്കിൽ പിന്നെ 21ന്റെ അന്നാണ്. ഇങ്ങനെ 7ന്റെ ആവർത്തനങ്ങളിലാണ് സുന്നത്ത്. അല്ലാത്ത ദിവസങ്ങളും ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല. ജനിച്ച അന്ന് തന്നെ വേണമെങ്കിൽ അക്കീക്കറക്കാം. കുട്ടിക്ക് പ്രായപൂർത്തി എത്തുന്നതിന്റെ ഇടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും അക്കീക്കറക്കാം. പക്ഷേ അഫ്ളൽ ഉത്തമമായ രീതി 7ന്റെ അന്ന്, അല്ലെങ്കിൽ പിന്നെ 7ന്റെ ആവർത്തനങ്ങൾ, 2ാമത്തെ 7, 3ാമത്തെ 7, 4ാമത്തെ 7, ഇങ്ങനെ 7ന്റെ ആവർത്തനങ്ങൾ വരുന്ന ദിവസത്തിലാണ് പിന്നെ അത് സുന്നത്ത്. ഇങ്ങനെ വരുന്ന ഈ 7ന്റെ അന്നോ 7ന്റെ ആവർത്തനങ്ങളോ ഒടൂല ബുധനാഴ്ച എന്താഴ്ച വന്നാലും ഒരു കുഴപ്പമില്ല. അത് നോക്കേണ്ട ആവശ്യമില്ല. മറിച്ച് 7ന്റെ അന്ന് അല്ലെങ്കിൽ 7ന്റെ ആവർത്തനങ്ങളുടെ ദിവസങ്ങളിൽ ആണ് അവിടെ ഒടുക്കത്തെ ബുധനാഴ്ചയോ അല്ലാത്ത ബുധനാഴ്ചയോ ഒന്നും നോക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അവയവങ്ങളിൽ മുറിയുണ്ടായാൽ മണ്ണ് മുറി
മേലെ തടവണോ അല്ല എന്താണ് വേണ്ടത്? വുളൂവിന്റെ അവയവങ്ങളിൽ മുറിവ് കൊണ്ട് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ തയമ്മം ചെയ്യേണ്ടത് എവിടെ വുളൂവിന്റെ അവയവങ്ങളിൽപ്പെട്ട ഏത് അവയവത്തിലാണ് വെള്ളം ഉപയോഗിക്കാൻ വയ്യാത്തത് എങ്കിലും തയമ്മം ചെയ്യേണ്ടത് മുഖത്തും രണ്ട് കൈമുട്ടോട് ഉൾപ്പെടെയും ആണ്. മുഖത്തും തടകണം ഒരു പ്രാവശ്യം, പിന്നെ കൈ രണ്ടും മുട്ടോട് കൂടിയും തടകണം. അത് കാലുമ്മലാണ് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത മുറിവുള്ളതെങ്കിലും തയമ്മം ചെയ്യേണ്ടത് മുഖത്തും കൈകളിലുമാണ്. ഇനി മുഖത്താണ് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത മുറിവുള്ളെങ്കിലും അപ്പോഴും തടകേണ്ടത് മുഖത്തും കയ്യിലും തന്നെ. ഇനി കൈമ്മലാണ് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തതെങ്കിൽ അതിനു വേണ്ടിയിട്ടും തയമ്മം ചെയ്യേണ്ടത് മുഖത്തും കൈകളിലും തന്നെയാണ്. മനസ്സിലായില്ലേ? തയമ്മ എപ്പോഴും, അല്ലാതെ ഈ മുറിവ് കൊണ്ട് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത ഭാഗത്ത് മണ്ണുകൊണ്ട് തടയുക എന്നില്ല. കയ്യും മുഖവും തടകാൻ പറ്റുമെങ്കിൽ മുഖം മുഴുവനായും കൈ രണ്ട് മുട്ടോട് കൂടിയും തടയണം. ഇനി ജനാബത്ത് കുളിക്ക് പകരമായിട്ട് ചെയ്യുന്ന ടൈമാണെങ്കിലും അങ്ങനെ തന്നെ മുഖം ഒരു പ്രാവശ്യം തടയുക, കൈ രണ്ട് മുട്ടോട് കൂടി ഒരു പ്രാവശ്യം തടയുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉസ്താദ്, ഒരു ചോദ്യം PMൽ വന്നാണ്. ഈ സമയത്ത് നാട്ടിൽ എത്ര രൂപ കയ്യിലുള്ളവനാണ് ഒരു കൊല്ലം കഴിഞ്ഞാൽ സക്കാത്ത് കൊടുക്കേണ്ടത്? അത് എത്ര കൊടുക്കണം എന്നുള്ളതാണ് ഉസ്താദ് ഒരു ചോദ്യം വന്നത്. കൂട്ടത്തിൽ ഒരൊറ്റ ചോദ്യം കൂടി ഉണ്ട്. വീടിന്റെ ചുറ്റളവ് നോക്കുന്നതിന്റെ ഇസ്ലാമിക വശം എന്താണ് എന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സക്കാത്തിന്റെ വിധി 595 ഗ്രാം ശുദ്ധമായ വെള്ളി, ആ വെള്ളിക്ക് തുല്യമായ പണം ഒരാളുടെ ഉടമയിൽ വന്ന് ഒരു കൊല്ലം കഴിയുമ്പോൾ ആകെ സംഖ്യയുടെ 2.5% സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പൊ 595 ഗ്രാം വെള്ളിക്ക് തുല്യമായ തുക ഇല്ലെങ്കിൽ സക്കാത്ത് ഇല്ല. അതിന് തുല്യമായ തുകയോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ എന്ന് മുതലാണ് ഈ കാശ് ഇവന്റെ ഉടമയിൽ വന്നത് എങ്കിൽ ആ ഉടമയിൽ വന്ന ദിവസം തൊട്ട് ഒരു കൊല്ലം പൂർത്തിയാവുന്ന സമയത്ത് ഈ സംഖ്യയുടെ ആകെ എത്ര സംഖ്യ ഉണ്ടെങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. പിന്നെ വീടിന്റെ ചുറ്റളവ് നോക്കിക്കൊണ്ടുള്ള ആവശ്യം പഞ്ചായത്തുകാർക്കാൻ, ഞമ്മക്കൊരു കാര്യവും കൊണ്ടില്ല. മനസ്സിലായില്ലേ? വീടിന്റെ ആകെ ചുറ്റളവ് നോക്കിയാല് അതിനനുസരിച്ച് നികുതി, ആഡംബര നികുതി എന്നിവ തുടങ്ങി ടാക്സ് വരെ, ടാക്സ് കൊടുക്കേണ്ടത് വില്ലേജ് ഓഫീസിലുമാണ്. അതേസമയത്ത് നികുതിയും ആഡംബര നികുതിയും കൊടുക്കേണ്ടത് പഞ്ചായത്തുക്കാണ്. അത് ഓല് വന്ന് അളന്നോളൂ, കൊഞ്ച് ബേജാറാണ്ട. മനസ്സിലായില്ലേ? ഇസ്ലാമിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല. ആവശ്യമുള്ള അത്ര പേരെടുക്കുക, ആവശ്യത്തിന് മതി, അനാവശ്യമുള്ളത് ഒഴിവാക്കുക. അതാണ് ഇസ്ലാമിന്റെ വിധി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു സ്ത്രീ അവരുടെ ഭർത്താവ് മരിച്ചാല് അവളുടെ ഭർത്താവ് മരണപ്പെട്ട വീട്ടിൽ തന്നെയാണ് ഇദ്ദ ഇരിക്കേണ്ടത് എന്ന് പറഞ്ഞു. എന്നാൽ ആ ഭർത്താവിന്റെ 15 കഴിക്കുന്നത് തൊട്ടടുത്ത് തന്റെ കുറച്ചപ്പുറത്ത് തന്റെ മറ്റൊരു മകന്റെ വീട്ടിൽ വെച്ചാണ്. അപ്പൊ ഈ ഒരു വിഷയത്തിന് വേണ്ടി ആ മകന്റെ വീട്ടിലേക്ക് 15 കഴിച്ച് അവിടെ ദുആ നടത്തുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ആ സ്ത്രീക്ക് ആ വീട് വിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക്, തന്റെ മകന്റെ വീട്ടിലേക്ക് ആ ദിവസം പോകാൻ പറ്റുമോ? അതല്ല നിർബന്ധിതാവസ്ഥയിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഈ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് പോകാൻ പറ്റുമോ എന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പോകുന്നോണ്ട് കുഴപ്പമില്ല, താമസിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് ഭർത്താവ് മരിക്കുന്ന സമയത്ത് ഈ സ്ത്രീ താമസിച്ചിരുന്ന വീട്, ആ വീട്ടിൽ തന്നെ പ്രത്യേകിച്ച് എഴുതറില്ലെങ്കിൽ ഇദ്ദ കഴിയുന്നത് വരെ താമസിക്കണം. എന്നാൽ ആവശ്യങ്ങൾക്ക് പോയി വരുന്നത് കൊണ്ട് കുഴപ്പമില്ല. അത് രണ്ട് വ്യത്യാസമുണ്ടല്ലോ. ഉദാഹരണം, ഉച്ചക്ക് അവിടെ
പറഞ്ഞേക്ക് ഒരു മകന്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ ദ്വാരപ്പിക്കൽ പരിപാടി നടക്കുന്നത്. അതിന് ഉമ്മ പോയി, രാവിലെ പോയി ദ്വാരപ്പിക്കലും ആളുകൾക്ക് ഭക്ഷണം കൊടുത്തൊക്കെ പിരിയുന്നവരെ അവിടെ നിന്ന് വൈകുന്നേരമായപ്പോത്തിന് ഇങ്ങോട്ട് തന്നെ പോകുന്നു. എന്നാ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ട്. ഡോക്ടറെ അടുത്ത് പോയി പരിശോധിച്ച് മരുന്നൊക്കെ വാങ്ങിപ്പോന്ന്, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ആവശ്യങ്ങൾക്ക് പോയി വരാം. പക്ഷേ കൂടാതെ കഴിയാത്ത അടിയന്തര അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ മാറി താമസിക്കാൻ പാടില്ല. മാറി താമസിക്കുക എന്ന് പറഞ്ഞാൽ രാപ്പാർക്കുക എന്നാണ് അതിന് സാധാരണ പറയാം. വേറൊരുത്തി പോയിട്ട് 2 ദിവസം താമസിച്ച് പോരാൻ പറ്റൂല. അത് യുദ്ധം കഴിഞ്ഞതിന് ശേഷം പോകാൻ പാടുള്ളൂ. യുദ്ധം കഴിയുന്നത് വരെ താമസം ഈ വീട്ടിൽ തന്നെ ആയിരിക്കണം. എന്നാൽ ഈ വീട് സുരക്ഷിതമല്ല. ഒരു പക്ഷേ അവരുടെ ദേഹത്തിന്, അതല്ലെങ്കിൽ അവരുടെ ധനത്തിന്, അതല്ലെങ്കിൽ അവരുടെ അഭിമാനത്തിന് അപകടം സംഭവിക്കും ഇവിടെ താമസിച്ചാൽ എന്ന് കണ്ടാൽ സുരക്ഷിതമായ സ്ഥലത്ത് മാറി താമസിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരാൾക്ക് രോഗം ബാധിച്ചു, ഗുരുതരായി, ഇരിക്കുന്ന പെണ്ണാണ്. അപ്പൊ ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറെ പരിശോധിച്ചിട്ട് പറഞ്ഞു ഒരാഴ്ച അഡ്മിറ്റ് ചെയ്യാതെ കൊയ്യിലെ നിർബന്ധമാണ് പറഞ്ഞു. ആ സാഹചര്യത്തിൽ ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ചെയ്ത് താമസിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതേ സമയത്ത് മകൾ അവിടെ പോയിട്ട് 2 ദിവസം നിൽക്കുക, അല്ലെങ്കിൽ മാന്റെ അവിടെ പോയിട്ട് 2 ദിവസം നിൽക്കുക, അല്ലെങ്കിൽ ഉമ്മാന്റെ അടുത്ത് പോയിട്ട് 2 ദിവസം നിൽക്കുക, അത് പാടില്ല. താമസം മാറാൻ പ്രത്യേകിച്ച് ഈ പറഞ്ഞേക്ക് ദേഹത്തിനോ ധനത്തിനോ മാനത്തിനോ ക്ഷതമേൽക്കുമെന്ന് കാണുന്ന അവസ്ഥയിൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുകയല്ലാതെ താമസം മാറ്റാൻ പാടില്ല. എന്നാൽ ആവശ്യങ്ങൾക്ക് പോയി വരാൻ അനുവാദമുണ്ട്, പോയി വരുന്നതിന് കുഴപ്പമില്ല. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. സാറേ, ഈ സക്കാത്ത് സയ്യിദന്മാർക്ക് കൊടുക്കാൻ പാടില്ല എന്നാണല്ലോ. എന്നാൽ ഈ ഫിദിയ കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്നതൊന്നും അറിയാനായിരുന്നു. അതോടൊപ്പം മറ്റൊന്ന്, പള്ളികളിൽ ജുമാ ജമാഅത്ത് പോലത്തെ ജുമാ ജമാഅത്തിനൊക്കെ പങ്കെടുക്കാൻ വേണ്ടി നേരത്തെ സീറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു സംഗതി ചിലയിടത്തൊക്കെ ഉണ്ട്. ആരെങ്കിലും ഏൽപ്പിച്ചിട്ടോ സ്വന്തമായിട്ടോ നേരത്തെ വന്ന് സീറ്റ് ബുക്ക് ചെയ്യും. അപ്പം അങ്ങനെ ബുക്ക് ചെയ്യുന്നതിന് സാധാരണ മഹല്ലുകളിലാണെങ്കിൽ വരിസംഖ്യ പോലത്തെ എന്തെങ്കിലും മസ്ലഹത്തിന് വേണ്ടി ഇരിക്കാമെന്ന് പറയാറുണ്ട്. പക്ഷേ ഉടമസ്ഥതയിലുള്ള പള്ളിയാണെങ്കിൽ, സ്വന്തം മദീനതയിലുള്ള ഗൾഫ് രാജ്യത്തൊക്കെ വീട്ടിലെ പള്ളി അറബിയുടെ പള്ളിയൊക്കെ പോലെ സ്വന്തം ഉടമസ്ഥതയിലുള്ളതാണെങ്കിൽ അത് പറ്റുമോ എന്നുകൂടി അറിയാനായിരുന്നു. അസ്സലാമു അലൈക്കും. എന്റെ മസല ചോദിക്കുമ്പോഴേ 2 ചോദിച്ചാൽ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. ആ പ്രശ്നം. പള്ളിയിൽ മുസല്ലിട്ട് അതിന് ഏജന്റിനെ ഏൽപ്പിച്ചുകൊണ്ടോ അല്ലാതെയോ ഒരു സ്ഥലം പിടിക്കാൻ വഖഫ് ചെയ്യപ്പെട്ട പള്ളിയാണെങ്കിൽ പാടില്ല. വഖഫ് ചെയ്യാതെ ഒരാളുടെ ഉടമയിൽ മിൽക്കിലുള്ളതാണെങ്കിൽ അയാളെ പേരെ പോലെ തന്നെ അയാൾക്ക് എന്തും ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഒരാൾ എടുപ്പിച്ചതാണ്, പക്ഷേ എടുത്തു കഴിഞ്ഞത് അള്ളാഹുവിന് വേണ്ടിയിട്ട് വഖഫ് ചെയ്തു കഴിഞ്ഞാൽ അയാളും നമ്മളും ഒക്കെ ഒരു കണക്കാം. പള്ളിക്കാരന്മാര് നമ്മളെ നാട്ടിൽ മുമ്പ് ഇപ്പൊ കുറഞ്ഞിപ്പോ കാരണന്മാരില്ലല്ലോ നാട്ടില്, എവിടെയെങ്കിലും ഒക്കെ ഒറ്റപ്പെട്ട സ്ഥലത്തുള്ളടത്തുണ്ട്. പള്ളിയിൽ കാരണന്മാർക്ക് ഖത്തീബിന്റെ തൊട്ടടുത്ത് വലത്തുപുറത്തോ ഇടത്തുപുറത്തോ തൊട്ട് ബേക്കിലോ ഒക്കെ ആയിട്ട് മുസല്ല വിരിച്ചിടും. അത് മൊല്ലാക്കാന്റെ തന്നെ പണിയായിട്ടാ. ഓലങ്ങനെ വരെ ഖുതുബ തുടങ്ങുമ്പോഴാ, അല്ലെങ്കിൽ തുടങ്ങാനാവുമ്പോഴേ വരുള്ളൂ. നേരത്തെ വന്നവരൊക്കെ അപ്പുറം ഇപ്പുറം ഇരുന്നോളൂ, കാരണം അത് കാരണന്മാരുടെ സ്ഥലം. അത് തെറ്റാണ്. അങ്ങനെ ഒരു സ്ഥലം ഇസ്ലാമിൽ ഒരാൾക്ക് സംവരണം ചെയ്യാൻ പള്ളിയിൽ പാടില്ല. പള്ളി എന്ന് പറഞ്ഞ് വഖഫ് ചെയ്തു കഴിഞ്ഞാൽ അത് പടപ്പുകളുമായി കൊണ്ടുള്ള ബന്ധത്തിൽ നിന്നിട്ട് വേർപ്പെടുകയും അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാവുകയും അള്ളാഹിന്റെ അടിമാറുകളാവുന്ന മോമിനിയങ്ങൾക്കൊക്കെ തുല്യ അവകാശം വരികയും ചെയ്യും. അപ്പൊ അയാളുടെ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത പള്ളിയാണെങ്കിൽ പോലും വഖഫ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള അവകാശം ഇല്ല. അത് പരിശുദ്ധമായ മസ്ജിദുൽ ഹറാം തൊട്ട് മസ്ജിദുൽ നബവി വരെ പണക്കാർ ഇന്നും ചെയ്യുന്ന ഒരു അനീതിയാണിത്. ഇപ്പൊ ഇതിന്റെ ഇടക്ക് ഹറമെന്നൊക്കെ ഹറംകാര്യ വകുപ്പ് ഇടപെട്ടിട്ട് അത്തരം മുസല്ലകളൊക്കെ എടുത്തു മാറ്റുകയും ഇത് കമ്മീഷന് വേണ്ടി വിരിക്കാൻ വരുന്നവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തന്നെ പലപ്പോഴും നേരിട്ട് മദീനയിൽ മസ്ജിദുൽ നബവി റൗദയിൽ അനുഭവപ്പെട്ടിട്ട് ആ മിമ്പറയുടെ അടുത്തായിട്ട്
മെമ്പറ കഴിഞ്ഞിട്ട് മെഹ്റാബിന്റെ അടുത്ത സ്ഥലത്ത് മെമ്പറിന്റെ അടുത്ത് ആ വൈകുന്നേരം ആവുമ്പോ കുറച്ച് മുതലാളിമാർക്ക് വേണ്ടി കുറച്ച് സാധുക്കളുണ്ട് അവിടെ പിരിച്ചിരിക്കുക. ആ പിരിച്ചിരുന്നാല് ഈ മുതലാളിമാര് വാങ്ങിക്കൊടുക്കാനാവുമ്പോഴേ വരുള്ളൂ. അപ്പൊ ഇവര് മെല്ലെ അവിടെ നിന്ന് നീച്ചു കൊടുക്കും, ഇവര് അവിടെ ഇരിക്കും, മെല്ലെ കൈമടക്ക് കൊടുക്കും, നല്ല സംഖ്യ കൈമടക്ക് കിട്ടും. അത് തെറ്റാണ്, അനിസ്ലാമികമാണ്. തന്നെയല്ലാതെ മസൂലിങ്ങളെ അറിയിച്ചാൽ അത് അവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യുകയും ചെയ്യും. അതൊക്കെ പഴയ ആഢ്യത്വത്തിന്റെ ചില അനാചാരങ്ങൾ നടപടിയാണ്. ഇസ്ലാമിൽ അതിന് പ്രസക്തിയില്ല. പിന്നെ ആദ്യം ചോദിച്ചത് എന്താണ്? നിങ്ങൾ ഒന്നായിട്ട് ചോദിച്ചാൽ ഓർമ്മ ഉണ്ടാവില്ല. ആദ്യം ചോദിച്ചാൽ വേറെ ചോദിക്കുക, രണ്ടാമത് അല്ലെങ്കിൽ ഇവിടെ പബ്ലിക്കിൽ അടിച്ചാലും മതി. ഫിദി കൊടുക്കാൻ പറ്റുമോ? തങ്ങന്മാർക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണേ, സക്കാത്ത് നമ്മുടെ ധനത്തിന്റെ അഴുക്കാണ്. മനസ്സിലായില്ലേ? സാധാ തങ്ങന്മാരെന്ന് പറഞ്ഞ് ബഹുമാനിക്കേണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്മുറക്കാരായ കുടുംബങ്ങളാണ്. ഈ ലോകത്ത് ഏറ്റവും ബഹുമാനിക്കേണ്ട ആദരണീയരാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്മുറക്കാരായ സയ്യിദന്മാര്. അപ്പൊ അവരുടെ ബഹുമാനത്തിനും പദവിക്കും ചേർന്നതല്ല നമ്മുടെ സ്വത്തിന്റെ അഴുക്കാവുന്ന സക്കാത്ത്. അതുകൊണ്ട് അവരെ ബഹുമാനിച്ചിട്ട് കൊടുക്കാതെക്കുകയാണ്. അതേ സമയത്ത് ഫിദിയ പോലെയുള്ള ഫർളാണ് എന്നതുകൊണ്ട് അത് ഒന്നിന്റെ അഴുക്കല്ല. കഴിയുന്നതും അവർക്ക് ഹദിയ കൊടുക്കലാണ് നല്ലത്. കാരണം അവരുടെ പദവിക്ക് യോജിച്ചത് അതാണ്. എന്നാൽ ഹദിയ അല്ലാത്ത ഇങ്ങനെയുള്ള ഇത് കൊടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ അതൊരു ഔസാഹുന്നാസ് ആണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സക്കാത്ത് കൊടുക്കാൻ പാടില്ല, വാങ്ങാൻ പാടില്ല എന്ന് അവരോട് പറഞ്ഞപ്പോ അതിന് പറഞ്ഞത് സക്കാത്ത് എന്ന് പറയുമ്പോൾ ഇന്നമായി ഔസാഹുന്നാസ്, ജനങ്ങളുടെ അഴുക്കാണ്. അത് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും കുടുംബത്തിനും പാടില്ല എന്ന് പറഞ്ഞതാ. അതിൽ പെടാത്തത് കൊണ്ട് തെറ്റൊന്നുമില്ല. അതായത് കയ്യില് ബാൻഡേജ് ഇട്ടിട്ടുണ്ട് കുറച്ച് ഭാഗത്ത്. അപ്പൊ ബാക്കിയുള്ള സ്ഥലത്തെല്ലാം വുളു ചെയ്ത് ആ ബാൻഡേജിന് വേണ്ടിയിട്ട് തയമ്മം ചെയ്യണോ? ആ ബാൻഡേജിന്റെ മേലെ മണ്ണുകൊണ്ട് തടവണോ എന്നാണ്. മകന് പ്രായപൂർത്തിയായാൽ അഖീഖ അപ്പൊ പ്രായപൂർത്തിയായാൾക്ക് വേണ്ടിയിട്ട് അയാൾ അറുക്കണോ നിർബന്ധമാണോ എന്നാണ് ചോദ്യം. ആദ്യം വേണ്ട എന്താണെന്നറിയോ? ആ മൈക്കൊന്ന് ശരിയാക്കിയിട്ട് മനുഷ്യന് കേൾക്കുന്നതിലേക്ക് പറയാം. ഒച്ച അങ്ങനെ ഉണ്ട്, പക്ഷെ എന്തോ ഒരു മൂക്ക് പിടിച്ചുകൊണ്ട് സംസാരിക്കുന്ന ശബ്ദമായിട്ടാ കേൾക്കുന്ന, അക്ഷരങ്ങളൊന്നും തിരിയുന്നില്ല. ഏകദേശം ഒരു ഊഹം വെച്ചിട്ടാ കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ ഞാൻ മറുപടി പറഞ്ഞത്. ഇപ്പോഴും നേരത്തെയും ഒന്നും വ്യക്തമായിട്ടില്ല. പിന്നെ വേറെ ആളെ VM പറയാൻ പോയിട്ട് നിങ്ങൾ പറയുന്നതിന് എന്താന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. ഇനി കേട്ടായിരിക്കും മനസ്സിലായെങ്കിൽ ഒരു പബ്ലിക്കിൽ അടിച്ചു തരികയോ അതല്ലെങ്കിൽ നിങ്ങൾ ഒന്നിരിക്കലും അത് ആ മൂക്കിന്റെ അടുത്തുനിന്ന് കുറച്ചൊന്ന് വിട്ട് മൈക്ക് പിടിച്ചിട്ട് കുറച്ച് ശബ്ദം വരുന്ന നിലക്ക് വ്യക്തമായി പറഞ്ഞാലേ മറുപടി പറയാൻ കഴിയുള്ളൂ. പറയുന്ന വാക്കുകൾ നമ്മൾക്ക് തിരിഞ്ഞു കേൾക്കാതെ മറുപടി പറഞ്ഞാൽ നേരത്തെ പറഞ്ഞേക്ക് സുമാർ വെച്ചിട്ട് പറഞ്ഞാൽ അതുകൊണ്ട് സമയം പോകുകയുണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ മൈക്ക് വ്യക്തമല്ല, ശബ്ദം തിരിയുന്നില്ല, ഒച്ചുണ്ട്, പക്ഷെ അക്ഷരങ്ങളൊന്നും വ്യക്തമാവുന്നില്ല. മൂക്ക് പിടിച്ച് സംസാരിക്കും പോലെ ശബ്ദ കേൾക്കുന്നത്. അയാള് ചോദിച്ച ചോദ്യം ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് അയാളൊന്ന് സഹായിച്ചൊന്ന് ചോദിക്കാണ്. താമത്തിന്റെ അങ്ങ് കയ്യിൽ മുറിയുണ്ടാവുന്നു, ചെറിയൊരു മുറി, അതിൽ ബാൻഡേജ് വെച്ചിട്ടുണ്ട്. സാധാരണ മുറിയില്ലാത്ത സ്ഥലം മുഴുവനും കഴുകി കഴിഞ്ഞതിന് ശേഷം ഈ ബാൻഡേജിന്റെ മേൽ മണ്ണുകൊണ്ട് തടകണോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ആയിക്കോട്ടെ, അസ്സലാമു അലൈക്കും. അയാൾക്ക് ഇപ്പൊ ആ നേരത്തെ പറഞ്ഞതിന് തന്നെ കാര്യം ചിന്തിച്ചിണെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. ചോദ്യം ഇപ്പോഴാണ് മനസ്സിലായത്. സൂര്യ ചോദിച്ചപ്പോഴാണ് ചോദ്യം മനസ്സിലായത്. മറ്റേ അയാൾ പറയുന്നത് മൂക്കൊണ്ട് പറയുന്ന ഒരു ശബ്ദം ഇവിടുന്ന് കേൾക്കണുള്ളൂ, ഒന്നും എന്താകുന്നില്ല, അക്ഷരങ്ങൾ വ്യക്തമാകുന്നില്ല.
തയമ്മത്തിന്റെ അവയവമാവുന്ന കയ്യിൽ അതല്ലെങ്കിൽ മുഖത്ത് മുറിവ് പറ്റി അവിടെ ബാൻഡേജ് ഇട്ടിട്ടുണ്ട്, അതല്ലാത്ത ബാക്കി സ്ഥലങ്ങളൊക്കെ കഴുകിയിട്ട് അവിടെ മണ്ണുകൊണ്ട് കടക്കണോന്ന്? അതല്ല, അങ്ങനെയല്ല വേണ്ടത്. വുളൂവിന്റെ അവയവങ്ങളിൽപ്പെട്ട ഏത് സ്ഥലത്താണെങ്കിലും, അത് മുഖം, കൈ, കാല്, തലയാണെങ്കിൽ പിന്നെ മുഴുവനായിട്ട് വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെ വന്നാൽ മുഖത്തും കയ്യിലും തേമം ചെയ്യണം. ഈ ബാൻഡേജ് ഇട്ട സ്ഥലം മാത്രം തടയാ പോരാന്ന്. ശരിയായില്ല. ബാൻഡേജ് ഇട്ട സ്ഥലം മാത്രമല്ല തടയേണ്ടത്, മുഖം മുഴുവനായിട്ട് തടകണം, കൈ രണ്ടും മുട്ടുൾപ്പെടെയും തടകണം. അപ്പളേ തേമാവുള്ളൂ. അതിപ്പോ ചെറിയൊരു മുറി ഉണ്ടായിട്ട് അവിടെ മാത്രം വെള്ളം നനക്കാൻ പറ്റാത്തതിന് ആ സ്ഥലം മാത്രം ബാൻഡേജ് ഇട്ടിക്കാണ്. എന്നിട്ട് ബാക്കി ഈ ബാൻഡേജ് ഇട്ട കുറച്ച് സ്ഥലമില്ലാത്ത ബാക്കി ഒക്കെ കഴുകുകയും ചെയ്താണ്. എന്നിട്ട് അവിടെ മണ്ണോട് തടയാ പോരാന്ന്. മറിച്ച് ഈ കുറഞ്ഞ സ്ഥലം വെള്ളം നനക്കാൻ പറ്റാത്തതിന് വേണ്ടി മുഖം മുഴുവനായും കൈ രണ്ടും മുട്ട് ഉൾപ്പെടെയും തടകുന്ന തയമ്മം ചെയ്യണോന്ന്. ഓക്കെ, കേൾക്കുന്നുണ്ടോ? സംശയം ചോദിക്കുന്നത്, പിന്നെ എന്റെ സാധാരണ വാഹനത്തിന് ഇൻഷൂർ ഉണ്ടല്ലോ, ആ ഇൻഷൂർ വരുന്ന ബാങ്ക് വഴിയാണ്. എന്റെ വാഹനം ആക്സിഡന്റ് ആയി, അങ്ങനെ അതിന്റെ പേരിൽ ഒരു 6000 രൂപ ഇൻഷൂർ വന്നു. അത് അവർ നേരെ ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരിക എന്ന് പറഞ്ഞതിന്റെ പേരിൽ പുതിയൊരു അക്കൗണ്ട് എടുക്കുകയും ചെയ്തു. അങ്ങനെ ആ സംഖ്യ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരികയും ചെയ്തു. SBIന്റെ അക്കൗണ്ടിലാണുള്ളത്. പക്ഷേ ഈ വാഹനം എടുത്ത് ഒരു വർഷം മുമ്പ് അതിന്റെ വീണ്ടും ഇൻഷൂർ പുതുക്കേണ്ടി വന്നപ്പോ ഞാൻ ആ ബാങ്കിൽ നിന്ന്, ആ ബാങ്ക് കാശിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ ഈ ഇൻഷൂർ അടിച്ചത്. അത് ബാങ്ക് പലിശയായി വരുമോ? അല്ലെങ്കിൽ ഇൻഷൂർ എന്ന് എന്റെ വിഷയത്തില് ഇൻഷൂർ പിന്നെ അടിക്കുന്നതും ഒരു തെറ്റായ സംഗതിയാണല്ലോ, നിയമത്തിന് വെച്ചുകൊണ്ടാണല്ലോ നമ്മൾ അടിക്കുന്നത്. അപ്പോ ബാങ്കിൽ നിന്ന് എടുത്ത പൈസ കൊണ്ട് ഇൻഷൂർ അടിക്കാൻ പറ്റുമോ അല്ലേ? എന്താ ഞാൻ ചെയ്യേണ്ടത്? ഇൻഷൂർ അടിക്കുന്ന വിധി എങ്ങനെയാണ്? അതുപോലെ ബാങ്കിൽ നിന്ന് ഈ പൈസ ഇപ്പോ നിർബന്ധമായ അല്ലെങ്കിൽ നല്ല ഹലാലായ പൈസ തന്നെ ഇൻഷൂർ അടിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ബാങ്കിൽ നിന്ന് എടുത്തത്. ആ ബാങ്കിൽ എടുത്തില്ലെങ്കിൽ ഡെപ്പോസിറ്റ് ആ ബാങ്കിൽ തന്നെ അങ്ങനെ അടിക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ഒന്ന് മറുപടി പറയണം. അസ്സലാമു അലൈക്കും. അതൊക്കെ പറഞ്ഞിന്റെ വയസ്സായത് ഏകദേശം ഈ ബാങ്കും ഇൻഷുറൻസും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ എളുപ്പമുള്ള മസാല അറിഞ്ഞുതരാം. ബഹുമാനപ്പെട്ട കോടമ്പയ ബാബുസ്താദ് പ്രസിദ്ധീകരിച്ച ഇൻഷുറൻസും ബാങ്കിങ്ങും ഇൻഷുറൻസും എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട്. അത് വാങ്ങിയിട്ട് ഒരു 3 വട്ടം ആവർത്തിച്ചാണ് വായിച്ചാളി. എന്നാ എല്ലാ മസാലയും അതുമായിട്ട് ബന്ധപ്പെട്ട മുഴുവനും തിരിയും. അതേപ്പോ എനിക്ക് അതിൽ ഇനി പറയാൻ കഴിയുള്ളൂ. മനസ്സിലായില്ലേ? ബാങ്കിങ്ങും ഇൻഷുറൻസും എന്നാണ് അതിന്റെ പേര്. അപ്പൊ ബാങ്കിൽ ഏതൊക്കെ നമുക്ക് പറ്റും, ഏതൊക്കെ പറ്റൂല, ഇൻഷുറൻസിന്റെ വിധി എന്താണ്, മുസ്ലിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെടുന്നതിന്റെ ഹുക്കും എന്താണ്, എല്ലാം വിശദമായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഒരു 3 വട്ടം ആദ്യം മുതൽ അവസാനം വരെയാണ് വായിച്ചാൽ. എന്നാ പിന്നെ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഇൽമും കിട്ടും. അതേ ഇപ്പൊ അതിന് പണിയുള്ളൂ. കോടമ്പയ ബാബുസ്താദിന്റെ പുസ്തകമാണ്. നല്ല ഒരു പഠന, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നൂലാമാലി അതിലുണ്ട്. ഇത് പറഞ്ഞ് ഒരു 75 വട്ടൊന്നും അല്ല ഇപ്പം ഞാനത് പറഞ്ഞ്. അതുകൊണ്ട് ഇനി ഞാൻ പറയണില്ല. നിങ്ങൾ ആ ബുക്കൊന്ന് വാങ്ങി വായിച്ചോളി. അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനൊരു ചോദ്യം ചോദിക്കും. കുറെ ഞാൻ കൈയുയർത്തി താഴ്ത്തി പോയതാണ് നിസ്കരിക്കാൻ. പിന്നെ ഉസ്താദേ, ഈ നമ്മൾ മിനിയാന്ന് കഴിഞ്ഞ പാഠത്തില് ഈ ചെറിയ മസാല സാധനങ്ങളൊക്കെ പൊടിച്ചു കൊടുന്ന് കുറെ കാലം വെച്ചാല് അതിൽ ചെറിയ പ്രാണികൾ, ചെറിയ പാറ്റ പോലത്തെ ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് ഭക്ഷണത്തിൽ മറ്റോ കുടുങ്ങിയാൽ പ്രശ്നമുണ്ടോ? ഈ പിന്നെ റവയിലൊക്കെ കാണാം, റവ കുറെ നേരം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഉണ്ടാവും. അതിന് വിരോധം ഉണ്ടാകും, എടുത്ത് ഒഴിവാക്കണം. കൂത്തനല്ല, ഈ പാറ്റ പോലത്തെ സാധനം ഉണ്ടാകും, തുള്ളി കളിക്കണ പാറ്റ. അപ്പൊ അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൈക്ക് വിട്ടു. റവ പോലത്തതിൽ ഉണ്ടാകുന്ന പുഴുവാണ്. അത് പിന്നെ പാറ്റയാലുണ്ടോന്ന് ഞാൻ കണ്ടിട്ടില്ല. പുഴു ഏതായാലും ഉണ്ടാവും. അത് ഭക്ഷ്യവസ്തുക്കളിൽ നിന്നിട്ട് സ്വയം ഉണ്ടാകുന്നതിൽ പെട്ടതാണ്. ഒഴിവാക്കാൻ കഴിയുന്നെങ്കിൽ ഒഴിവാക്കാം, ഇല്ലാതെ കൂട്ടത്തിൽ വരുന്നത് കുഴപ്പമില്ല. അതോടുകൂടി ആ ഭക്ഷ്യവസ്തു
ഉപയോഗിക്കാം. ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും ഉണ്ടാകുന്ന പുഴു പോലുള്ളത് അതിന്റെ കൂട്ടത്തിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ റവ കൊണ്ടുള്ള ഈ ഇതുണ്ടല്ലോ, ഏത് ഉപ്പുമാവ്, അത് എപ്പം നോക്കിയാലും അതിൽ കുറച്ച് പുഴുവില്ലാതെ ആ സാധനം കിട്ടൂല. അതതിന്റെ സ്വഭാവം. അപ്പൊ അത് കൂട്ടത്തിലാവുമ്പോൾ കൊണ്ട് കുഴപ്പമില്ല, അനുവദനീയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, എന്റെ സംശയം സ്ത്രീകൾക്ക് വിഷയമായിട്ട് ബന്ധപ്പെട്ടല്ല, ഹൈലോ നിഫാസോ ഉണ്ടാവുമ്പോൾ നിസ്കരിക്കാൻ പാടില്ല, നിസ്കാരം ഹറാമാണ്, നിസ്കരിച്ചാൽ സഹിയായുമില്ല, കെട്ടുകൊള്ളുകയുമില്ല എന്നാണ് മസല ഉള്ളത്. പിന്നെ എന്നാൽ ജമാക്കപ്പെടുന്ന നിസ്കാരങ്ങളാണെങ്കിൽ രണ്ടാമത്തെ നിസ്കാരത്തിന്റെ സമയത്ത് ഹൈലോ നിഫാസോ മുറിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് അസറിന്റെ വക്കിലാണ് രക്തം മുറിഞ്ഞതെങ്കിൽ അതോടുകൂടെ ളുഹുർ കൂടെ അല്ലെങ്കിൽ ഇശാന്റെ വക്കിലാണ് മഗ്രിബ് കൂടെ നിസ്കരിക്കണം എന്നാണല്ലോ ഉള്ളത്. അതിന്റെ സബബ് എന്താണ് ഉസ്താദ്? അത് ഒന്ന് മനസ്സിലാക്കി തന്നാൽ തിരക്കില്ല. അതായത് ആ സമയത്ത് നിസ്കരിക്കൽ നിർബന്ധമില്ല, ആ സമയത്തുള്ള നിസ്കാരം ഹറാമാണ്, കെട്ടുകൊടുകയുമില്ല. അതോടുകൂടി ഇങ്ങനെയാണെങ്കിൽ അത് ആദ്യത്തെ നിസ്കാരം കൂടി അതോടുകൂടെ നിസ്കരിക്കണം എന്നാണല്ലോ മസല. അതിന്റെ സബബ് എന്താണെന്ന് മനസ്സിലാക്കി തന്നാൽ തിരക്കില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഹൈള്, നിഫാസ് എന്നീ അശുദ്ധി ഉള്ളപ്പം നിസ്കരിക്കാൻ പാടില്ല. എന്നാൽ ശുദ്ധി ആയത് ജമ്മിന്റെ വക്കത്തിൽ ആണെങ്കിൽ ആ പിന്തിച്ച് ജമ്മാക്കുന്ന വക്കത്തിൽ ശുദ്ധി വന്നാൽ ആ മുമ്പുള്ള നിസ്കാരവും കൂടി, അഥവാ അസറിന്റെ സമയത്തോ ഇഷാന്റെ സമയത്തോ ശുദ്ധിയായാൽ ആ ഇഷാ അസറിന്റെ പുറമെ മഗ്രിബ്, ളുഹർ എന്നിവ കൂടി നിസ്കരിക്കണമല്ലോ. അതിന്റെ കാരണം എന്താന്നാ ചോദിച്ച്. അതായത് രണ്ട് തരം വഖത്തുണ്ട്, മനസ്സിലാക്കുക. ഒന്ന് വഖത്ത് അദാ എന്നും മറ്റൊന്ന് വഖത്ത് ലറൂറത്ത് എന്നും. വഖത്ത് അദാ എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്കൊക്കെ മനസ്സിലാകുന്ന നിലക്ക് ഒരു നിസ്കാരത്തിന്റെ വഖത്ത് കടന്നോടം മുതൽ അത് ഖളാ വരെയുള്ള സമയമാണ് വഖത്ത് അദാ. ഈ വഖത്ത് അദായിൽ നിസ്കരിക്കാൻ പറ്റണമെങ്കിൽ ആ സമയത്ത് ശുദ്ധി ഉണ്ടാവണം. അതില്ലാത്തത് കൊണ്ട് നിസ്കരിക്കാൻ പറ്റില്ല. വഖത്ത് ലറൂറത്ത് എന്ന് പറഞ്ഞാൽ യാത്ര പോലെയുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ ഒന്നാമത്തെ നിസ്കാരത്തിന് കൂടി അനുവദിക്കപ്പെട്ട സമയം എന്നാണ്. അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ അസർ എന്നത് ഒരു യാത്രക്കാരനെ സംബന്ധിച്ച് ളുഹറിന്റെ കൂടി വഖത്താണ്. ഏതോ ഒരു ചങ്ങായിക്ക് എന്തോ മാനസിക രോഗം പിടിച്ചിട്ടുണ്ടല്ലോ, ഓനൊന്നും മെല്ലെ കെട്ടിട്ടാണ് അവിടെ. കുട്ടികളായിരിക്കാനാണ് സാധ്യത, എന്നാലും അങ്ങനത്തെ കുട്ടികൾ നമ്മളെ വല്ലാതെ കളിക്കണ്ട, മനസ്സിലായില്ലേ? അത് വീണ്ടും ആവർത്തിച്ചടിക്കുന്നുണ്ട്, കുട്ടികളാവാനേ സാധ്യതയുള്ളൂ. ഏതായാലും വട്ടെ. അപ്പൊ ഈ ലറൂറത്തിന്റെ വഖത്ത് എന്നത് രണ്ടാമത്തെ നിസ്കാരത്തിന് സമയത്ത് ഒന്നാമത്തെ നിസ്കാരം കൂടി നിസ്കരിക്കൽ അനുവദിക്കപ്പെട്ട വഖത്താണ്. അപ്പൊ യഥാർത്ഥത്തിൽ വഖത്തിൽ ശുദ്ധി വന്നാൽ വഖത്തിലെ നിസ്കാരം വേണം എന്ന് പറഞ്ഞ പരിധിയിൽ വരുന്നു അസറിന്റെ വഖത്തിൽ ശുദ്ധി വന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ച് ളുഹറിന്റെ വഖത്ത്. പക്ഷെ ആ വഖത്ത് ലറൂറത്തിന്റെ വഖത്താണ് മാത്രം. അതുപോലെ തന്നെ ഇഷാന്റെ വഖത്തിൽ ശുദ്ധി വന്ന പെണ്ണിനെ സംബന്ധിച്ച് മഗ്രിബിനെ സംബന്ധിച്ച് ഇഷാന്റെ വഖത്ത് ലറൂറത്തിന്റെ വഖത്താണ്. അപ്പോൾ വഖത്തിന്റെ സമയത്ത് ശുദ്ധി ഉണ്ടെങ്കിൽ നിസ്കരിക്കുമാണല്ലോ. ആ നിലക്ക് ലറൂറത്തിന്റെ വഖത്തിലാണെങ്കിലും അദാഇന്റെ വഖത്തിലാണെങ്കിലും ശുദ്ധി ഉണ്ടെങ്കിൽ നിസ്കരിക്കണം. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ജമ്മിന്റെ വഖത്തിൽ പിന്തിച്ച് ജമ്മാക്കുന്ന വഖത്തിൽ ശുദ്ധി വന്നാൽ അതിന്റെ മുമ്പുള്ള നിസ്കാരം കൂടി നിസ്കരിക്കണം എന്നും പറയാൻ കാരണം ഈ ഒന്നാമത്തെ നിസ്കാരത്തെ സംബന്ധിച്ച് വഖ്തു ലറൂറത്ത് എന്ന നിലക്ക് അദാ ആയിക്കൊണ്ട് നിസ്കരിക്കാൻ പറ്റുന്ന വഖത്താണ്. അപ്പൊ അവളെ സംബന്ധിച്ച് വഖത്തിൽ ശുദ്ധിയുണ്ട് എന്ന ഹുക്കും ഉള്ളത് കൊണ്ട് ആ നിസ്കാരം നിസ്കരിക്കണം. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. വലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിന്റെ ഒരു ചോദ്യം, ഒരാള് നിസ്കരിക്കാൻ വേണ്ടി ളുഹർ നിസ്കരിക്കാതെ, അത് ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്, ഡ്രൈവിംഗ് ജോലിയുള്ള ഒരാളാണ്. അങ്ങനെ അദ്ദേഹം
ലോറ് നിസ്കരിക്കാൻ കല എന്നൊരവസ്ഥ എത്തി. അപ്പോൾ എങ്ങനെങ്കിലും നിസ്കരിക്കണമല്ലോ. ഒന്നുകിൽ ഞാൻ എൻ്റെ ചോദ്യം, അങ്ങനെ ഡ്രൈവിംഗ് ജോലി ഒരാള് ഏകദേശം വക്ത് കല എന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ട്രാഫിക്കിൽ കിടക്കുകയാണ്, ട്രാഫിക്കിലിട്ട് വണ്ടിയിട്ട് പോകാനും പറ്റില്ല. അപ്പൊ ഡ്രൈവ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരാൾക്ക് ആ രൂപത്തിൽ തന്നെ കഴിയുന്ന രൂപത്തിൽ നിസ്കരിക്കാൻ കഴിയോ? നിസ്കാരം എങ്ങനെയെങ്കിലും ഒഴിവാക്കാത്ത രൂപത്തില് പിന്നെ മാറ്റി നിസ്കരിക്കുന്ന കോലത്തിൽ അങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റോ? ഒരു ചോദ്യം. അതല്ല, അങ്ങനെ ചെറിയ ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ വരെ അദ്ദേഹത്തിന് പിന്നെ അടുത്ത വക്തിലേക്ക് അത് പിന്തിച്ച് ജമ്മാക്കാൻ പറ്റോ? ഇതിൽ ഏത് ഓപ്ഷനാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ചോദ്യം. ഒരു ചോദ്യം കൂടി ഉണ്ട് ഉസ്താദ്, അത് കഴിഞ്ഞിട്ട് ഞാൻ മൈക്ക് കിട്ടും. അസ്സലാമു അലൈക്കും അസ്സലാം. ഒരാള് വണ്ടി ഓട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സുന്നത്ത് നിസ്കരിക്കൽ ജായിസാണ്. ഫർള് നിസ്കാരം ചെറുവാഹനങ്ങളിലൊന്നും, അതായത് കപ്പല് അല്ലാത്ത, അത് കപ്പലിന്റെ അതേ ഹുക്കുമ് തന്നെയാണ് ഫ്ലൈറ്റിനുണ്ടാകുക. കപ്പലല്ലാത്ത വാഹനങ്ങൾ, ആ വാഹനത്തിൽ ഓട്ടുന്നവനായാലും യാത്ര ചെയ്യുന്നവനായാലും ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫർള് നിസ്കാരം സഹിഹല്ല. പക്ഷേ ഖളാ ആയി പോകും എന്ന് ഉറപ്പായി മറ്റൊരു മാർഗമല്ല. ഉദാഹരണം അസറാണ്, പിന്നെ ജമ്മാക്കാനും വകുപ്പില്ലല്ലോ എന്ന് കണ്ടാൽ വഖത്തിന്റെ ബഹുമാനം പരിഗണിച്ചുകൊണ്ട് ഓടുന്ന വണ്ടിയിൽ നിന്ന് തന്നെ സാധിക്കുന്ന നിരക്ക് നിസ്കരിക്കുകയും പിന്നീട് മടക്കി നിസ്കരിക്കുകയും ചെയ്യണം എന്നാണ് വിധി. മനസ്സിലായല്ലോ? ഫർള് നിസ്കാരം സാധാരണഗതിയിൽ ഓടുന്ന വണ്ടിയിൽ ഓട്ടുന്ന ആളായാലും അല്ലാത്ത ആളായാലും നിസ്കരിക്കാൻ പറ്റൂല. കപ്പല്, ഫ്ലൈന് എന്നിവയിൽ പറ്റും. ഇങ്ങനെ വന്നാൽ ഖളാ ആകാൻ പോകുന്നു എന്ന് കണ്ടാൽ, ജമ്മാക്കാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞേക്ക് യാത്രക്കാരന് ദീർഘമായ യാത്ര അല്ലാത്തവർക്കും ജമ്മാക്കാം എന്ന ലൈഫായ കൗലെങ്കിലും അമൽ ചെയ്തിട്ട് ജമ്മാക്കാം. പക്ഷെ അത് ദൂറാണെങ്കിലല്ലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ മഗ്രിബാണെങ്കിലല്ലേ പറ്റുള്ളൂ. അസറിനെ പിന്നെ ജമ്മാക്കാൻ പറ്റൂലല്ലോ ബേക്ക്. അതുപോലെ തന്നെ ഇശാനെ പിന്നെ ബേക്ക് ജമ്മാക്കാൻ പറ്റൂലല്ലോ. ആ സാഹചര്യത്തിൽ പിന്നെ ഖളാ ആക്കാതെ ഓടുകയാണെങ്കിൽ ഓടുന്ന നിലക്ക് സാധിക്കുന്നത് പോലെ നിസ്കരിക്കാം. റുക്കുവിനും സുജൂദിനും ഒക്കെ ഇശാറത്ത് ചെയ്തിട്ട് സാധിക്കുന്ന പോലെ നിസ്കരിക്കാം. പിന്നീട് സൗകര്യം പോലെ എന്ത് ചെയ്യാ? പിന്നീട് സൗകര്യം പോലെ മടക്കി നിസ്കരിക്കണം. എന്തിനാ പിന്നെന്ന് വെച്ച്, ഇത് അപൂർവ സംഭവമായത് കൊണ്ടും ഫർള് നിസ്കാരം ഓടുന്ന വണ്ടിയിൽ പറ്റാത്തത് കൊണ്ടും മടക്കി നിസ്കരിക്കുന്നു. എന്നാൽ നേരത്തെ നിസ്കരിച്ചെന്താ? വഖത്തിൽ നിസ്കരിക്കാനുള്ള കൽപ്പന വളരെ കർശനമാണ്. അപ്പൊ ആ കൽപ്പന പാലിക്കുക എന്ന നിലക്ക് വഖത്തിന്റെ ബഹുമാനം പാലിച്ചുകൊണ്ട് സാധിക്കുന്ന നിലക്ക് നിസ്കരിക്കുക, പിന്നീട് മടക്കി നിസ്കരിക്കുക. അതേസമയത്ത് ദുഹറാണ് ഓട്ടിക്കൊളി, അല്ലെങ്കിൽ മഗ്രിബാണെന്നാ പിന്തിച്ച് ജമ്മാക്കാം. ഇപ്പൊ 2 മർഹല ദൂരം ഉണ്ടെങ്കിലേ ജമ്മാക്കാൻ പാടുള്ളൂ എന്നതാണ് മുഅ്തമദെങ്കിലും ഒരു ഖഫാലി ഇമാമിനെ പോലെയുള്ള ഷാഫി മദ്ഹബിലെ പ്രധാനപ്പെട്ട ചില ഇമാമിങ്ങൾ പറഞ്ഞൊരു മസല ഉണ്ട്. സമയം ദീർഘയാത്ര അല്ലെങ്കിലും അത്യാവശ്യമാവുന്ന ഘട്ടത്തിൽ ജമ്മാക്കാൻ, ആ കൗലെടുത്തിട്ട് പിന്തിച്ച് ജമ്മാക്കിയിട്ട് പിന്നെ എവിടെയെങ്കിലും സൗകര്യമുള്ള സ്ഥലത്ത് എത്തിയതിനു ശേഷം നിസ്കരിക്കാം. ഈ 2 രീതിയും. പക്ഷെ അത് അസറിനും ഇശാക്കും പറ്റൂല, കാരണം അതിന് ജമ്മില്ലല്ലോ ബേക്ക്. അങ്ങനെ വരുമ്പം വഖത്തിന്റെ ദറൂറത്തിന് വേണ്ടിയിട്ട് തൽക്കാലം നിസ്കരിക്കാം, പിന്നീട് മടക്കി നിസ്കരിക്കാം. എന്നാ നിസ്കാരം ഖളാക്കിയ കുറ്റുണ്ടാവൂല. മടക്കി നിസ്കരിച്ചാൽ നിസ്കാരം വീടും, ആദ്യം നിസ്കരിച്ചതിന് കൂലിയും കിട്ടും. മനസ്സിലായില്ല? എൻ്റെ അടുത്ത ചോദ്യം, ഞാൻ ഇതിനു മുമ്പ് ഒരിക്കൽ ക്ലാസ് റൂമിൽ ചോദിച്ചിരുന്നു. അപ്പോൾ ഉസ്താദ് അത് പറഞ്ഞു, ആരോടെയും വേറെ ആരുടെയും ചോദിക്കുമെന്ന് പറഞ്ഞു. അതായത് നമ്മൾ സാധാരണ മൂത്രപ്പുരയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും മൂത്രത്തിൽ തുപ്പരുതെന്ന്. ഇപ്പോഴത്തെ അവസ്ഥയിൽ മൊത്തം ഇത് ഏർപ്പാടാക്കിയ ഒരു അവസ്ഥയാണ് ഇപ്പൊ ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ ഉള്ളത്. എന്തായാലും നേരെ കക്കൂസ് പോയാൽ നന്നാക്കി ഒന്ന് കാറി കുരച്ചൊന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് തുപ്പിയതിന് ശേഷം ഓല അടുത്ത പരിപാടി തുടങ്ങുള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ഇത് സംബന്ധമായിട്ട് വന്ന വല്ല ഹിക്മത്തും ഇതുകൊണ്ടുള്ള പിന്നെ കുറ്റം അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷങ്ങൾ
ആരോഗ്യപരമായിട്ട് പല പ്രശ്നങ്ങളും പല ആളുകളും പറയുന്നുണ്ട്, അത് വേറെ. പക്ഷെ റസൂല എന്തെങ്കിലും ഇതുകൊണ്ടുള്ള ഒരു ദോഷഫലങ്ങൾ എന്തെങ്കിലും ഹദീസിലോ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന ദോഷങ്ങളെ സംബന്ധിച്ച് ഇസ്ലാമികപരമായിട്ട് എന്തെങ്കിലും കോട്ടിങ് ഉണ്ടെങ്കിൽ ഉസ്താദ് ഒന്ന് പറഞ്ഞാൽ. കാരണം ഇത്തരത്തിലുള്ള ആളുകളോട് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു തെളിവിന് വേണ്ടി ചോദിക്കുകയാണ്. മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കറാഹത്താണ് അതിന്റെ വിധി. ഇസ്ലാമിന്റെ വിധി അനുസരിച്ച് മൂത്രം, മലം എന്നിവയിൽ തുപ്പൽ കറാഹത്താണ്. കറാഹത്താണെന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചതാണ്. നരകത്ത് പോകേണ്ടി വരൂലെങ്കിൽ പോലും മശറ വൻസവയിലെ ഭീകരമായ സാഹചര്യത്തിൽ കഠിനമായി വിചാരണക്ക് വിധേയമാക്കപ്പെടും. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവുന്ന എന്റെ റസൂല് പാടില്ല എന്ന് പറഞ്ഞൊരു കാര്യം നീ എന്തുകൊണ്ട് ചെയ്തു? അപ്പൊ ഒരു മനുഷ്യൻ അങ്ങനെ ലറൂറത്ത് കൂടാതെ കഴിയാത്ത ഒരു അനിവാര്യ ഘട്ടത്തിൽ അങ്ങനെ വന്നു പോയതാണെന്ന് പറഞ്ഞാൽ അതൊരു ഉൾതറാണ്. അല്ലാത്ത സമയത്ത് അവന് മറുപടി പറയാണ്ടാവില്ല. ആ സമയത്ത് വളരെ ഗൗരവത്തോടു കൂടി വിചാരണ തുടരും. അത് തന്നെ വലിയൊരു പ്രയാസാണ്. ഇപ്പൊ നമുക്കറിയാം, കസ്റ്റംസിൽ കുറെ സാധനം കെട്ടി വരുന്ന ചില ആളുകള് കസ്റ്റംസുകാരെ കാണുമ്പോക്ക് അയാളാണ് ചെറുതാവും. അയിക്കൂടെ ഇവര് കൈക്കൂലിട്ടാൻ വേണ്ടിയിട്ടേക്കാർ ഏതായാലും എന്തൊക്കെ പെട്ടിയിലുള്ളത് അതൊന്ന് കഴിച്ചേക്ക എന്ന് പറയുമ്പോക്ക് ഇയാളാകെ വിയർത്ത് ഇങ്ങോട്ട് ടെൻഷനായി ആകെ എന്താവും. നമ്മളെപ്പോലത്തെ ഒരു മനുഷ്യൻ 50 റിയാൽ കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. എന്നാൽ മശറ വൻസഭയിൽ ആ ഭയാനകമായ സാഹചര്യത്തിൽ കറാഹത്ത് ചെയ്തവരോട് എന്തിന്റെ പേരിൽ എന്റെ റസൂല് വിരോധിച്ചിട്ട് നീ എന്ത് കൊണ്ട് ചെയ്തു, എന്താണ് നിന്റെ അടുക്കൽ ഇതിനിടെ ന്യായം എന്ന് ചോദിക്കപ്പെടും. അപ്പൊ ഒരു കൂടാതെ കഴിയാത്ത ഒരു അനിവാര്യ ഘട്ടത്തിൽ ചെയ്തേക്കാണെങ്കിൽ പഠിച്ചോനെ ഞാൻ ഇങ്ങനെ പറ്റിപ്പോയതാണ് എന്ന് പറയാൻ പറ്റും. അതേ സമയത്ത് ഈസി ആയിട്ട് വന്നിട്ട് കാർക്കിക്കുക, തുപ്പുക എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ നിർദ്ദേശത്തെ അവഗണിച്ച് തള്ളിയവൻ എന്ന് വരും. അത് വലിയ ബുദ്ധിമുട്ടിനും പ്രയാസങ്ങൾക്കും മശറയിൽ ഇടവരും. അപ്പൊ അതിന് ഹുക്കുമ് കറാഹത്ത് എന്നതാണ്. ദുന്യാവിൽ ഇപ്പൊ അതിനെന്താ, പല്ലിന് മഞ്ഞപ്പ് രോഗം വരും, മഞ്ഞളിപ്പ് രോഗം വരും, പല്ലിന്റെ അനാമല് നഷ്ടപ്പെടും, അതുപോലെ തന്നെ പല രോഗങ്ങളും പകരാൻ കാരണം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ദുന്യവിയായ കാര്യങ്ങളാണ്. ഇസ്ലാം ശരീഅത്തിൽ അത് കറാഹത്താണ്. അത് വലിയ വിചാരണക്ക് വിധേയമാക്കപ്പെടുന്ന കുഴപ്പമുള്ള പ്രശ്നമാണ്. സമയം കഴിഞ്ഞല്ലോ. ഇനി ബാങ്ക് കൊടുക്കാൻ 2 മിനിറ്റേ ഉള്ളൂ. ആളുകൾ കുറെ ഉണ്ട്. അവരോടൊക്കെ ക്ഷമ ചോദിക്കുന്നു. ഇൻഷാ അല്ലാഹ് നാളെ നേരത്തെ വരിക. എന്താ ശരി, കഴിഞ്ഞ് ദ്വാരക്കാനും സമയമില്ലെങ്കിൽ ശരി, ആകെ കഴിഞ്ഞാണ്. ഈ പറഞ്ഞ ഇതാണെങ്കിൽ അത് നേരത്തെ ഇവിടെ എന്തുണ്ട്, കീശേരി തന്നെ അടിച്ചു തന്നുണ്ട്. സുന്നി വോയിസ് എഡിറ്റർ KVK ബുഖാരി സഖാഫിക്ക് സുഖമില്ല, 6 ലക്ഷം രൂപ വേണം ഇഞ്ചക്ഷൻ ചെയ്യാൻ. ഇപ്പോൾ മൗലാന ഹോസ്പിറ്റലിലാണ്, സീരിയസ് ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ശിഫ ആഫിയത്തും നൽകുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ഹാദിമീങ്ങൾക്കും എല്ലാ ദീനിന്റെ പ്രവർത്തകന്മാർക്കും അല്ലാഹു